നമ്മളൊക്കെ ജീവിതത്തിന്റെ ഒരുപാട് നൂറുകൂട്ടം വ്യവഹാരങ്ങൾക്കിടയിൽ കർമ്മ നൈരന്തര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. സയൻസിന്റെ, ടെക്നോളജിയുടെ, സാങ്കേതിക വിദ്യയുടെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന അതിദ്രുതമുള്ള അതിശീഘ്രമായ മുന്നേറ്റങ്ങൾക്കിടയിൽ സ്വന്തം ചോരബന്ധങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ മനുഷ്യൻ. അതുകൊണ്ട് സ്വന്തം ബന്ധങ്ങളില്ലാതെ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ട്വിറ്ററിലൂടെ, ഇൻസ്റ്റയിലൂടെ, യൂട്യൂബിലൂടെ, ഇന്റർനാഷണൽ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ മനുഷ്യന്റെ യഥാർത്ഥ നാഗരികതകളെ ശവക്കല്ലറകളിലേക്ക് പറഞ്ഞയച്ച് മനുഷ്യന്റെ യഥാർത്ഥ മസ്തിഷ്കങ്ങളെ യമപുരിയിലേക്ക് പറഞ്ഞയച്ച് ഇന്ന് നമ്മുടെ ഉടപ്പറപ്പുകൾക്കുള്ള ഇടയിലുള്ള ബന്ധങ്ങൾക്കൊക്കെ എന്തോ ഒരു തിരോധാനം സംഭവിച്ചിരിക്കുകയാണ്. ആരറിയും നിയതി തൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും. അങ്ങനെയാണ് വിധിയുടെ തുലാസിന്റെ തട്ട് നമുക്ക് അനുകൂലമാകുന്നത് എപ്പോഴാണ്, നമുക്ക് പ്രതികൂലമാകുന്നത് എപ്പോഴാണ്? അത് തീരുമാനിക്കുന്നത് നമ്മളല്ല. ഇവിടെ മഴ പെയ്യണം എന്ന് തീരുമാനിക്കുന്നതും, ഇവിടെ മഴ വേണ്ട എന്ന് തീരുമാനിക്കുന്നതും, ഇവിടെ എപ്പ വരൾച്ച വേണം, ഇവിടെ എപ്പ പ്രളയം വേണം, ഇവിടെ എപ്പ സമശീതോഷ്ണമായ കാലാവസ്ഥ വേണം, കാലാവസ്ഥകൾക്ക് എപ്പ വ്യതിയാനം വേണം, എപ്പോ ഗ്രീഷ്മം വരണം, എപ്പ ശൈത്യം വരണം, എപ്പ ശിശിരം വരണം, എപ്പ ഹേമന്തം വരണം, എപ്പ വസന്തം വരണം, എല്ലാം തീരുമാനിക്കുന്ന ഒരേ ഒരു വിധാതാവ്, ഒരേ ഒരു സൃഷ്ടികർത്താവ്, ഒരേ ഒരു സംവിധായകൻ. അവനാണ് നമ്മുടെ പ്രപിതാക്കന്മാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അവൻ തന്നെയാണ് നമ്മുടെ പ്രപിതാക്കന്മാരെ ആറടി മണ്ണിലേക്ക് തിരിച്ചു വിളിച്ചത്. ഇപ്പൊ നമ്മളിവിടെ സ്വൈരവിഹാരം നടത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, അവര് പോയ വഴിയെ നമ്മളും പോകാനുള്ളവരാണ്. ആബാലവൃദ്ധം ജനങ്ങൾ ചിരിക്കുന്നു, ആശുവായി തീരും മരണം മറക്കുന്നു, ആശുപത്രി കട്ടിലാളെ കൈമാറുന്നു, ആംബുലൻസിൻ വീചി നമ്മെ നടുക്കുന്നു, ആതുരാ ശുശ്രൂഷകർ കൈമലർത്തുന്നു, ആരാരും അറിയാ ശ്മശാനവും പുൽകുന്നു. മാലാക വന്നു പിടിച്ചെന്റെ ദേഹിയെ, മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ. മാലാക വന്നു പിടിച്ചെന്റെ ദേഹിയെ, മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ. പൊട്ടിച്ചിരിച്ചു അനന്തരമാച്ചിരി, പൊട്ടിക്കരയരായി രൂപപ്പെടുന്നതും. എത്ര പെട്ടെന്നാണ് അവസ്ഥകൾ മാറുന്നത്, എത്ര പെട്ടെന്നാണ് മനുഷ്യൻ വസ്ത്രം മാറുന്നത്, എത്ര പെട്ടെന്നാണ് മനുഷ്യന് മറ്റുള്ളവർ വസ്ത്രം മാറ്റിക്കൊടുത്ത്, എത്ര പെട്ടെന്നാണ് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാനുള്ള ആറുകാലുള്ള വാഹനവുമായി ആളുകൾ ഇടവഴികളിലൂടെ ധൃതി പിടിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞുറപ്പിക്കാതെ, നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടുകോലായിലേക്ക് കയറി വരുന്നത്. എത്ര പെട്ടെന്നാണ് ജീപ്പിന്റെ കാരിയറിന്റെ മുകളിൽ കാഹളം മുഴക്കപ്പെടുന്നത്. നാട്ടുകാരെ, ഒരു മരണവാർത്ത എന്ന വിളംബരം വാട്സപ്പിലൂടെ വാർത്തകൾ പരക്കുകയാണ്, ഫേസ്ബുക്കിലൂടെ വാർത്തകൾ പരക്കുകയാണ്. അപ്പോഴേക്കൊരു വീട്ടിലെ സഹോദരിയുടെ പേര് വിധവ എന്നായിരിക്കുകയാണ്. അപ്പോഴേക്കൊരു വീട്ടിലൂടെ ഓടിക്കളിച്ച മക്കളുടെ പേര് അനാഥൻ എന്നായിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് അവസ്ഥകൾ മാറുന്നത്. ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി. അത് തന്നെയാണ് ദുനിയാവ്, അത് തന്നെയാണ് ഭൗതികത. അതുകൊണ്ട് ഇത് കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ്. വആശിഖുഹാ അദല്ലു മിനദലീലി. അതുകൊണ്ട് ദുനിയാവിന്റെ കമിതാവ് നിസ്സാരനാണ്, നികൃഷ്ടനാണ്. ഞാൻ ഈ ലോകത്ത് മാത്രമുള്ളവനാണ്, ഈ ലോകത്ത് ഞാൻ ചിരംജീവിയാണ്, എന്റെ സമ്പാദ്യം മുഴുവൻ ഇവിടെയാണ്, ഇത് കഴിഞ്ഞ് എനിക്ക് മറ്റൊരു ലോകമില്ല എന്ന മൂഢധാരണയുമായി മുന്നോട്ട് പോകുന്നവൻ അവൻ നികൃഷ്ടരിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരാണ്.
ഓഷോ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ, അതേ മതവിഭാഗത്തിന്റെ ആചാര്യനായി അറിയപ്പെട്ട മനുഷ്യനാണ്. ഓഷോക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ഓഷോയുടെ ശവകുടീരത്തിന്റെ മുകളിൽ ഇന്നും ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതി വെക്കപ്പെട്ടതായി നമുക്കിന്നും കണ്ടെത്താൻ സാധ്യമാകുന്ന യാഥാർത്ഥ്യമാണ്. നെവർ ബോൺ, നെവർ ഡെഡ്, ജസ്റ്റ് വിസിറ്റഡ് പ്ലാനറ്റ് എർത്ത് ബിറ്റ്വീൻ 1932 and 1996. ഇതാരുടെ ശവകുടീരമാണ്? ഓഷോയുടെ ശവകുടീരമാണ്. ഒരു മതത്തിന്റെ ഉപജ്ഞാതാവ്, ലക്ഷോപലക്ഷം ശിഷ്യഗണങ്ങളുടെ ആചാര്യൻ. ആ ഓഷോ മരണ ശിഷ്യഗണങ്ങളോട് പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 6 അടി മണ്ണിലേക്ക് നിങ്ങൾ എന്റെ മൃതദേഹം വിലാപയാത്രയായിട്ട് കൊണ്ടുപോയി അടക്കം ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കുടിമാടത്തിലേക്ക് മൂടുകല്ല് വെച്ചതിന്റെ ശേഷം നിങ്ങൾ പച്ച മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ എന്റെ ശവകുടീരത്തിന്റെ പാർശ്വഭാഗത്ത് ഒരു മനോഹരമായ ശവക്കല്ലറ നിങ്ങൾ ഒരുക്കിക്കഴിഞ്ഞാൽ ആ ശവക്കല്ലറയുടെ മുകളിലുള്ള കരിങ്കൽ ഭിത്തിയിൽ നിങ്ങൾ കൊത്തിവെക്കണം, നെവർ ബോൺ. ഞാൻ ഈ കിടക്കുന്ന ഓഷോ ഒരിക്കലും ജനിച്ചിട്ടില്ല, നെവർ ഡെഡ്, ഒരിക്കലും മരിച്ചിട്ടില്ല, ജസ്റ്റ് വിസിറ്റഡ് പ്ലാനറ്റ് എർത്ത്, ഭൂമി എന്ന് പറയുന്ന ഒരു ചിഹ്ന ഗൃഹം അല്പകാലം ഞാനൊന്ന് സന്ദർശകനായി വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. ബിറ്റ്വീൻ 1932 and 1996, 1932ന്റെയും 1996ന്റെയും ഇടയിൽ ഒരു ടൂറിസ്റ്റിനെ പോലെ, ഒരു നവാഗതനെ പോലെ, ഒരു യാത്ര പോകുന്ന പാന്തനെ പോലെ, പതികനെ പോലെ ഞാനൊന്ന് സന്ദർശിച്ചു എന്ന് മാത്രം. ഞാനിവിടെ ജനിച്ചവനല്ല, ഞാനിവിടെ മരിക്കുന്നവനുമല്ല. എന്തൊരു വലിയ ദൗത്യമാണ് ഓഷോ ചരിത്രത്തെ പഠിപ്പിച്ചത്. നമ്മൾ എവിടുന്ന് വരുന്നവരാണ്? നമ്മളെ ആലമുൽ അർവാഹിൽ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഏതോ ഒരു സുഹൃത്തിനെ മരുഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പം പറഞ്ഞു അത്രേ, അപാരമായ മേധാശക്തിയുടെ, ഓർമ്മശക്തിയുടെ തമ്പുരാനായിരുന്നു, കുലപതിയായിരുന്നു സയ്യിദുന അലിയുൻ കറമല്ലാഹു വജ്ഹ. അലിയാരി തങ്ങളെ ഒരു സുഹൃത്തിനെ മരിപ്പറമ്പിൽ വെച്ച് കണ്ടുമുട്ടുമ്പോ പറയാണ്, സഹോദരാ, ഓർമ്മയുണ്ടോ നിനക്ക് നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ ആലമുൽ അർവാഹ്? ഈ സഹോദരൻ സ്തബ്ധിച്ചുപോയി, അത്ഭുത പരതന്ത്രനായി. ദുനിയാവിൽ കഴിഞ്ഞ വർഷം നടന്ന സംഭവങ്ങൾ എന്നെ ഓർത്തെടുക്കാൻ പാടുപെടുന്ന എന്നോട് അലിയാര് തങ്ങൾ പറയാണ്, ആലമുൽ അർവാഹിൽ, ആത്മാക്കൾ മാത്രമായ കാലത്ത് നമ്മൾ അവിടെ വെച്ചിട്ട് സന്ധിച്ചിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. ആ സഹൃദയൻ പറഞ്ഞപ്പോ അലി തങ്ങൾ പറയുകയാണ്, ഞാനത് കൃത്യമായി ഓർത്തുപോവുകയാണ് സഹോദരൻ. ആലമുൽ അർവാഹിൽ നിന്ന് പിന്നെ നമ്മൾ രണ്ടാമത്തെ ലോകമാകുന്ന ആലമുൽ അജ്സാദിലേക്ക് കടന്നു വന്നവരാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകാൻ, മേപ്പെട്ട് വലിച്ച ശ്വാസം താഴോട്ട് വീഴ്ത്താൻ വിധി നമുക്ക് സമ്മതം തന്നില്ലയാണ്. ആരൊക്കെയോ നമ്മളുടെ ഭൗതിക ശരീരം നമ്മുടെ തറവാട് പള്ളിയുടെ 1ാമത്തെ സഫിൽ കൊണ്ടുപോയി മലർത്തി കിടത്തി, അലാ ഹാദൽ മയ്യിത്തി ലില്ലാഹി തആല, ഈ കിടക്കണ മയ്യത്തിന്റെ മേൽ അല്ലാഹുവേ ഞങ്ങൾ മയ്യത്ത് നിസ്കാരം നടത്തുകയാണ്. എത്ര പെട്ടെന്നാണ് അവസ്ഥകൾ മാറുന്നത്. അതാണ് മാലാക വന്നു പിടിച്ചെന്റെ ദേഹിയെ, മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ. ആളുകൾ വന്നിട്ട് എന്റെ മൃതദേഹം കാണുകയാണ്. ആളുകൾ വന്നിട്ട് പലതും പറയുകയാണ്. ആ വീട്ടിലേക്ക് ഇനി ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്തു കൊടുക്കാൻ, ആ വീട്ടിൽ ഇനി അന്നം മുട്ടാതെ വീട്ടുകാരെ സംരക്ഷിക്കാൻ ആരാണുള്ളത് എന്ന ആളുകൾ അടക്കം പറയുകയാണ്. മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ, പൊട്ടിച്ചിരിച്ചു അനന്തരമാ ചിരി, പൊട്ടിക്കരയരായി രൂപപ്പെടുന്നതും. ഇന്നലെ വരെ ചൊക്ലിയിലെ പീഡിയക്കോലായിൽ ഇരുന്നിട്ട് തമാശ പങ്കിട്ടവരാണ് നമ്മൾ. ഗ്രാമത്തിയുടെ കവലയിൽ വെച്ചിട്ട് പരസ്പരം ഹർഷോന്മാദത്തിൽ ഏർപ്പെട്ടവരാണ് നമ്മൾ. എന്നോട് അങ്ങനെ കുശലം പറഞ്ഞ സഹൃദയൻ അതാ ഞെട്ടറ്റ് കിടക്കുകയാണ്. ഇന്ന് അയാൾ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നില്ല. ഇന്നലെ ചിരിച്ചവൻ
ഇന്നിതാ മൗനനായിട്ട് നിശബ്ദനായിട്ട് നിതാന്തനായിട്ട് കിടക്കുകയാണ്. അപ്പൊ ആ പൊട്ടിച്ചിരിയൊക്കെ പൊട്ടിക്കരയരായി രൂപപ്പെടുകയാണ്. അപ്പോഴേക്ക് ജനാസ കഫൻ ചെയ്യലും അതിന്റെ ശേഷക്രിയ നടപടികളൊക്കെ പൂർത്തീകരിച്ച് കാലാൾപ്പട വന്ന് തോളിലേറ്റുമ്പോഴും കാമനും താതനും പരിതപിക്കുമ്പോഴും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നുള്ള ഖുർആന്റെ വചനം മറക്കല്ല സോദരാ. അതാണ് പിന്നെ ആകുള്ളതെന്താണ്? നമ്മൾ ജീവിക്കുന്ന കാലത്ത് ജനഹൃദയങ്ങളിൽ ചിരഞ്ജീവിയാവുക, സ്വഭാവം കൊണ്ട് മറ്റൊരാളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക, സ്വഭാവത്തിന്റെ പെരുമാറ്റത്തിന്റെ വശ്യത കൊണ്ട് ജനകീയനായി തീരുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക. പരിശുദ്ധ റസൂൽ സ്വഹാബത്തിനോടൊരു കടങ്കഥ പറയും പോലെ പറയുകയാണ്, സ്വഹാബ ഇന്ന ഫിൽ ജസദിൽ മുദ്ഗ, നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ ഇങ്ങനെ പിടിക്കാൻ പാകത്തിലുള്ള ഒരു മാംസശകലമുണ്ട്. അസ്ഥിയില്ലാത്ത എല്ലില്ലാത്ത ഒരു മാംസനിബദ്ധമായ ഒരു അസ്ഥിപഞ്ജരമല്ലാത്ത ഒരു മാംസത്തിന്റെ കഷ്ണമുണ്ട്. നിങ്ങളുടെ ശരീരത്തിലാണ് ആ മാംസപിണ്ഡമുള്ളത്. ഇദാ സ്വലഹത്, ആ മാംസപിണ്ഡമെങ്ങാനും ശരിയായി കഴിഞ്ഞാൽ സ്വലഹൽ ജസദു കുല്ലു, നിങ്ങളുടെ ശരീരമാസകലം ശരിയാവുകയാണ്. വഇദാ ഫസദത്, ആ മാംസകഷ്ണമെങ്ങാനും മോശമായി കഴിഞ്ഞാൽ ഫസദൽ ജസദു കുല്ലു, നിങ്ങളുടെ ശരീരം ആ സകലം മ്ലേച്ഛമാകുന്നതാണ്. പരിശുദ്ധ നബി എന്തൊരു വലിയ പ്രയോഗമാണ് നടത്തിയത്. ഒരു കടങ്കഥ പോലെ നിങ്ങളുടെ ശരീരത്തിലെ ഒറ്റ മാംസപിണ്ഡം, ആ മാംസപിണ്ഡമാണ് നിങ്ങളുടെ ദുനിയാവിനെ തീരുമാനിക്കുന്നത്. ആ മാംസപിണ്ഡമാണ് നിങ്ങളുടെ ഖബറിൽ അവസ്ഥ തീരുമാനിക്കുന്നത്. ആ മാംസപിണ്ഡമാണ് നിങ്ങൾ സിറാത്തിന്റെ മുകളിലൂടെ എങ്ങനെ പ്രയാണം ചെയ്യണം എന്ന് നിശ്ചയിക്കുന്നത്. ആ മാംസപിണ്ഡമാണ് നിങ്ങൾക്ക് സ്വർഗം തരുന്നത്. അതേ മാംസപിണ്ഡം തന്നെയാണ് നിങ്ങൾക്ക് നരകം തരുന്നത്. പരിശുദ്ധ റസൂലുള്ളാഹിനോട് സ്വഹാബ ചോദിക്കുകയാണ്, ഏതാണ് നബിയെ ആ മാംസപിണ്ഡം? ഞങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂകത എങ്ങനെ വകഞ്ഞു മാറ്റിയിട്ട് പരിശുദ്ധ നബിയുടെ മറുപടി അഭിലാഷത്തോടുകൂടെ, അഭിവാഞ്ചയോടുകൂടെ, ഔത്സുക്യത്തോടുകൂടെ, ആവേശത്തോടുകൂടെ ഏതാണ് ഈ മാംസപണ്ഡം എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയണം എന്ന മോഹത്തോടുകൂടെ കാത്തിരിക്കുന്ന കുതുകികളായ സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദ്യമായ മറുപടി അലാ ഫഹിയൽ ഖൽബ്, എന്നാൽ നിങ്ങൾ അറിയണം ആ മാംസപിണ്ഡമാണ് ഹൃദയം. അതാണ് ഹൃദയം, അതാണ് ഹൃദയം. മലയാളത്തിന്റെ കവി നമുക്ക് പാടിത്തരികയാണ്, വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ, വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ. ഒരു വിഷം, ഒരു വിഷപദാർത്ഥം, ഒരു പോയിസൺ, അത് എത്രമേൽ വർജ്യം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഉദാഹരണമായിട്ട് ഇൻസെക്ട്സിനെ, നമ്മുടെ വീട്ടിലുള്ള കീടാണുക്കളെ മുഴുവൻ നശിപ്പിക്കുന്ന സാധനമാണല്ലോ മലയാളത്തിലെ കീടനാശിനി. നാശിനി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്നത്. അപ്പം ഇൻസെക്ട്സിനെ ഒക്കെ, കീടങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന സാധനമാണ് കീടനാശിനി. അപ്പൊ നമ്മള് കവലയിൽ പോയി കടയിൽ കയറി കീടനാശിനി വിലക്ക് വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ അവര് പറയും നമ്മളോട്, ഇത് നിങ്ങൾ വളരെ കൃത്യമായി വളം ഡിപ്പോയിൽ നിന്ന് നമ്മൾ കീടനാശിനി വാങ്ങുമ്പോ അപ്പൊ തന്നെ അവര് നമ്മളോട് പറയും, ഇത് കുട്ടികളുടെ കയ്യിൽ കിട്ടാൻ പാടില്ല, വലിയവരും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് മാസ്ക് ധരിക്കണം, അവരുടെ മൂക്കിന്റെ ദ്വാരങ്ങളൊക്കെ തന്നെ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ശ്വസിക്കാൻ പാടില്ല, അത് മനുഷ്യന് അപകടകരമാണ്. അപ്പൊ പോയിസൺ എത്ര ദൂരതയിലാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കുട്ടികൾ അവിടെ എത്തോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കും, അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കും, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കും. ഇതുപോലെയാണ് മനസ്സ് കേടുവന്ന ഒരാൾ വിഷത്തേക്കാൾ വർജ്യമാണ്. വിഷം എങ്ങനെ ഉപേക്ഷിക്കണോ അതുപോലെ ഉപേക്ഷിക്കണം. നരചിത്തം ദുഷിക്കുകിൽ, നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഹൃദയം മോശമാണ് എന്ന് നമുക്ക് തെളിവ് സഹിതം ബോധ്യമായാൽ
നമുക്ക് തെളിവ് സഹിതം ബോധ്യമായി കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടുകാരനാവട്ടെ, നമ്മുടെ അയൽവാസിയാകട്ടെ, നമ്മുടെ ചോരബന്ധത്തിൽപ്പെട്ട ആളുകളാവട്ടെ, നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൽപ്പെട്ട ആളുകളാവട്ടെ, നമ്മളെ കൂട്ടുകുടുംബങ്ങളിൽപ്പെട്ട ആളുകളാകട്ടെ, മനസ്സ് മോശമാണ് എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവരുടെ മനസ്സിനെ നന്നാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഉണ്ടായിട്ടും പലയാവർത്തി നമ്മൾ അതിന് ശ്രമം നടത്തിയിട്ടും മനസ്സ് ശരിയാകുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രക്രിയ വിഷത്തേക്കാൾ വർജ്യം. വിഷം എങ്ങനെ ഉപേക്ഷിക്കപ്പെടണമോ, വിഷത്തെ എങ്ങനെ മാറ്റി നിർത്തണമോ, അതുപോലെ ഇവരെയും നമ്മൾ മാറ്റി നിർത്തണം. അത് സുധയേക്കാൾ സ്വാധ്യമാകും സംശുദ്ധി പൂണുകിൽ. ഇനി ഒരാളുടെ ഹൃദയം എങ്ങാനും കണ്ട് നന്നായി, അയാൾ ഹൃദ്യമായ സ്വഭാവ പെരുമാറ്റമുള്ള ആളാണ്, അയാൾ വിശിഷ്ടമായ പുഞ്ചിരിയുള്ള മനുഷ്യനാണ്, അയാളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ വാക്കുച്ചരിക്കുന്ന ആളാണ്. അങ്ങനെ ചില ആളുകൾ, അപ്പം അവരുടെ പെരുമാറ്റം ഹൃദ്യം, അത് സ്വീറ്റ് ആണ്, അത് സ്വീറ്റസ്റ്റ് ആണ്, അത് ബ്യൂട്ടിഫുൾ ആണ്. അപ്പം അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ അത് സുധയേക്കാൾ സ്വാദ്യമാണ്. എന്താ സുധ? സുധ എന്ന് പറഞ്ഞാൽ ഷഹദ്, ഹണി, തേൻ, അമൃത്. ഈ അമൃതിനാണ്, തേനിനാണ് സുധ എന്ന് പറയാറുള്ളത്. സുധ അത് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നൊരു പദമാണ്. സുധ അത് സുധയേക്കാൾ സ്വാദ്യമാണ്, തേനിനേക്കാൾ മധുരോദായകമാണ് മനുഷ്യ ഹൃദയം. അപ്പൊ തേനിനോടാണ് കവി അതിനെ ഉപമ നടത്തിയിരിക്കുന്നത്. തേനെങ്ങനെയാണ്? നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ചക്കര കൊടുത്ത് കൈയിട്ടാൽ പിന്നെ വിരൽ നക്കാതിരിക്കുവോ, വിരൽ ഉമ്പാതിരിക്കുവോ. കാരണം ഒരാള് തേനിന്റെ കുടത്തിലേക്ക് കൈയിട്ട് കഴിഞ്ഞാൽ ആ കൈ പിന്നെ അതുപോലെ ജലധാരയുടെ പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകിക്കളയുന്നത് മൗഢ്യമാണ്. കാരണം ഈ തേനീച്ച ഒരുപാട് ഈ ഷഡ്പദങ്ങളൊക്കെ ഒരു ആയിരക്കണക്കിന് പുഷ്പദളങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ച ഔഷധക്കൂട്ടാണ് അമൃത്. ഖുർആൻ പറഞ്ഞു അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. അപ്പൊ രോഗശമനത്തിന്റെ സിദ്ധൌഷധം, അങ്ങനത്തെ സിദ്ധൌഷധമായിരിക്കുന്ന ചെറുതേനെ ഒരു കുടത്തിലേക്ക് കൈയിട്ടിട്ട് തന്റെ കരാങ്കുരിയിൽ വിരലുകളിൽ മുഴുവൻ അത് അള്ളിപ്പിടിച്ചു നിൽക്കുമ്പോ അത് ഊമ്പിപ്പോകും. എന്നാൽ ശുദ്ധ ഹൃദയന്റെ സമീപനവും ഇങ്ങനെയാണ്. ശുദ്ധ ഹൃദയനായ, സ്വാദുള്ള ഹൃദയനായ, സംശുദ്ധിയുള്ള ഹൃദയത്തിന്റെ ഖൽബുൻ സ്വാഫ്, ഖൽബുൻ സലീം, എല്ലാ വൈകല്യങ്ങളിൽ നിന്നും, എല്ലാ മ്ലേച്ഛത്തരങ്ങളിൽ നിന്നും മുക്തമായ ഹൃദയത്തിന്റെ ഉടമയെ നമ്മൾ അങ്ങനെ അറ്റാച്ച് ചെയ്യാൻ, അയാളായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ, അയാളുമായിട്ട് ചങ്ങാത്തത്തിൽ ഏർപ്പെടാൻ, ഞാൻ അയാളുടെ സുഹൃത്താണ്, അയാൾ എന്റെ സുഹൃത്താണ് എന്ന് മാലോകരോട് പറയാൻ നമുക്കതൊരു അഭിമാനമാണ്, നമുക്കതൊരു ഊറ്റമാണ്. ഇപ്പൊ ചൊക്ലിയിലോ അല്ലെങ്കിൽ ഗ്രാമത്തിലോ ഒരു പേര് കേട്ടൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ, അദ്ദേഹത്തിന്റെ ജനകീയതയുടെ വിഷയത്തിൽ, അദ്ദേഹത്തിന്റെ പ്രകൃതി അങ്ങനെയാണ്, വളരെ പോപ്പുലറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ പറ്റി നമ്മളൊക്കെ നല്ലത് പറയുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട്ടോ മലപ്പുറത്തോ തൃശ്ശൂരോ പോയി എന്തോ ഒരു പരിപാടിക്ക്, അപ്പൊ നമ്മളോട്, നമ്മളെ തൊട്ടപ്പുറത്ത് കോൺഫറൻസിൽ ഇരിക്കുന്ന ഒരാൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു, ഞാൻ വടകര അടുത്താണ്. ദൂരത്തെ ആളുകളോടൊക്കെ നമ്മൾ അങ്ങനെയാ പറയാ, വടകര ഏത് ഭാഗത്താ നിങ്ങൾ? അപ്പൊ പറഞ്ഞു മാഹിയുടെ പരിസരം. മാഹിയുടെ പരിസരത്ത് എവിടെയാണ് നിങ്ങൾ? അപ്പൊ നമ്മൾ പറയും ചൊക്ലിയാണ്. ചൊക്ലിയിൽ എവിടെയാണ് നിങ്ങൾ? ഞങ്ങൾ ഗ്രാമത്തിൽ നിവാസികളാണ്. ഗ്രാമത്തിക്കാരാണോ? ഗ്രാമത്തിലുള്ള ഇന്നാലിന്ന ഹാജിയാരെ നിങ്ങൾ അറിയോ? ഞാൻ അറിയല്ലോ. അപ്പൊ നമുക്ക് അയാളെ പറ്റി പറയാൻ 100 നാവാണ്. നമ്മൾ അയാളെ യഥാർത്ഥ നെയ്ബർ അല്ലെങ്കിലും, നമ്മൾ അയാളെ വീടും തമ്മിൽ 100 വീടിന്റെ അകലമുണ്ടെങ്കിലും, നമ്മൾ അയാളുമായിട്ടുള്ള ആത്മബന്ധങ്ങൾ ഇയാളെ മുന്നിൽ സ്ഥാപിച്ചു കൊടുക്കാൻ നമ്മൾ എല്ലാ കഥകളും പറയും. അയാൾ എന്റെ കുടുംബമായിട്ട് നല്ല ബന്ധമാണ്, ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് ഒന്നിച്ച് യാത്ര പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്? ഖൽബുൻ സലീമായ ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ അടിമകൾ കാണിക്കുന്ന അറ്റാച്ച്മെന്റ് ആണ്. അതേസമയം ഇവിടെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്, അയാളെ പറ്റിയാണ് പത്രദ്വാര ഒരുപാട് വാർത്തകൾ വന്നത്. അപ്പൊ അയാളുടെ പ്രസിദ്ധി കുപ്രസിദ്ധിയാണ്, സുപ്രസിദ്ധിയല്ല.
പ്രസിദ്ധി തന്നെയാണ്, പക്ഷെ അത് കുപ്രസിദ്ധിയാണ്, അത് സുപ്രസിദ്ധിയല്ല. അപ്പൊ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മൾ പറയും ഗ്രാമത്തിൽ നിവാസിയാണോ? പിന്നാലെ ഇന്നൊരാളൊക്കെ പത്രത്തിൽ ഇപ്പൊ ഈ അടുത്തൊരു ഇഷ്യൂ ഉണ്ടാക്കി വാർത്തയൊക്കെ വന്നിരുന്ന അയാളറിയോ? അയാളെ കേട്ടിട്ടുണ്ട്, നമ്മളെ അല്ലേ, നമ്മളെ വളരെ അടുത്തുള്ള ആള്. എന്നാലും നമ്മൾ പറയും അയാളെ കേട്ടിട്ടുണ്ട്, പരിചയം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അയാളായിട്ട് അങ്ങനത്തെ ഒരു ബന്ധമൊന്നുമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കാൻ തന്നെയാണ് ഈ കവിതയുടെ അർത്ഥം. വിഷത്തേക്കാൾ വർജ്യമാകും നരചിത്തം ദുഷിക്കുകിൽ, അത് സുധയേക്കാൾ സ്വാദ്യമാകും സംശുദ്ധി പൂണുകിൽ. ഒരു മനുഷ്യന്റെ ദുനിയാവ് രക്ഷപ്പെട്ടാൽ ആഖിറം രക്ഷപ്പെട്ടു. അപ്പൊ ദുനിയാവും ആഖിറും രക്ഷപ്പെടാനുള്ള ഏക പോംവഴി ഒരുപാട് പണിയെടുക്കലല്ല, ഒരു പണിയെടുക്കാതിരിക്കലാണ്. എന്ന് പറഞ്ഞാൽ ഖൽബുൻ സലീം, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, കുശുമ്പില്ലാത്ത, വാശിയില്ലാത്ത, കുന്നായ്മയില്ലാത്ത, വീറില്ലാത്ത, പോരില്ലാത്ത, ചതിയില്ലാത്ത, കുലദ്രോഹ സ്വഭാവമില്ലാത്ത, സ്വജനപക്ഷപാതിത്വമില്ലാത്ത, വംശീയതയില്ലാത്ത ഒരു ഹൃദയം. ഖൽബുൻ സലീം. അല്ലാഹു ഖുർആനിൽ ഒരു ആയത്ത് പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളൊരു ദിവസം വരാണ്ട് മഹ്ശറയിൽ, അന്ന് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഒന്നും നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതല്ല. ഒരു മനുഷ്യൻ മാത്രമാണ് നാളെ അവിടെ രക്ഷപ്പെടാൻ പോകുന്നത്. അവനാരാണ്? പരിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ അല്ലാഹു നമ്മളോട് പറഞ്ഞു തരികയാണ്, മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ദുനിയാവിൽ സലീമായ കൽബോടുകൂടെ, പങ്കിലമല്ലാത്ത ഹൃദയത്തോടുകൂടെ, സ്വഭാവ ദൂഷ്യമല്ലാത്ത ശുദ്ധമായ ഹൃദയത്തോടുകൂടെ ജീവിച്ച് മരിച്ചുപോയ ഒരാൾ ആയിട്ടാണ് നാളെ മഹ്ശറയിലേക്ക് എന്നെ കാണാൻ വരിക. ഞാൻ അവന്റെ കൽബിലേക്ക് നോക്കുന്നതാണ്, അവന്റെ സിറാത്ത് പാലം അവനെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഖൽബ്. അതാണ് ഇസ്ലാം വാല്യൂസിന്റെ മതമാണ്. എപ്പോഴും മൂല്യങ്ങളാണ് മതം പഠിപ്പിക്കുന്നത്. നമ്മൾ ഏത് മതക്കാരനെ കണ്ടാലും ഏത് രാജ്യക്കാരനെ കണ്ടാലും നമ്മൾ ചിരിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്ലസ് പോയിന്റ്, നമ്മളെ പോസിറ്റിവിറ്റി, നമ്മൾ കൊടുക്കുന്ന ഹാപ്പിനെസ്. പരിശുദ്ധ നബിയുടെ മുമ്പിൽ വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, ഈ ദുനിയാവിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം എന്താണ്? മദീനത്ത് പള്ളിയുടെ കുറവുണ്ടോ? ഇല്ല. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങള് പള്ളിമേടയിലേക്ക് പോയിട്ട് ഇബാദത്ത് ചെയ്യണം എന്നല്ല മറുപടി പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലേ, ആകാശമാകുന്ന നീലമേലാപ്പിന്റെ താഴെ ഭൂമിയാകുന്ന പരവതാനിയുടെ മുകളിൽ പെട്ടെന്ന് സ്വർഗം കിട്ടാൻ ഞാൻ ചെയ്തു കൂട്ടേണ്ട പണി എന്താണ്? പരിശുദ്ധ റസൂലേ, അതൊന്ന് പറഞ്ഞു തരണം. അല്ലാഹുവിന്റെ റസൂൽ ചോദ്യകർത്താവായ ആഗതന്റെ മുമ്പിൽ മറുമൊഴി പറയുകയാണ്, ഇദ്ഖാലുസ് സുറൂരി ഫീ ഖുലൂബിൻ നാസ്. എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? പെട്ടെന്ന് സ്വർഗ്ഗസ്ഥനാകാനുള്ള പൊമ്പഴി ഇദ്ഖാലുസ് സുറൂർ, സന്തോഷത്തെ സന്നിവേശിപ്പിക്കലാണ്. ഇദ്ഖാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് എടുത്തിട്ട് പ്രവേശിപ്പിക്കുക. അസ്സുറൂർ, ഹാപ്പിനെസ്. എവിടെ? നമുക്കല്ല, നമ്മളെ വീട്ടിലല്ല, നമ്മളെ കൽബിലല്ല. ഫീ ഖുലൂബിൻ നാസ്, അപരന്റെ ഹൃദയത്തിൽ, മറ്റൊരാളുടെ ഹൃദയത്തിൽ ഒരു സന്തോഷം ജനിക്കണം. അതിന്റെ കാരണം നമ്മളാവണം. അങ്ങനെ ഒരുപാട് ആളുകൾ ആനന്ദിക്കാനുള്ള കാരണം ഈ ദുനിയാവിൽ നമ്മളാണെങ്കിൽ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെ നമ്മുടെ വേഗതയ്ക്ക് വ്യഗ്രത കൂടുന്നതാണ്. അത്തരം ആളുകളാണ് മിന്നൽ പിണർ പോലെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. ആലോചിക്കണം, നമ്മൾ 50,000 ദുനിയാവിലെ വർഷത്തിനേക്കാൾ കൂടുതലാണ് സിറാത്ത് എന്ന പാലം വിട്ടുകടക്കാൻ. നമ്മൾ ഈ സങ്കല്പിക്കുന്ന പാലൊന്നുമല്ല അത്. മറ്റൊരു പറ്റം പണ്ഡിതന്മാർ പറഞ്ഞു 70,000 വർഷമാണ് ദുനിയാവിൽ ഒരു മനുഷ്യന് ആകെയുള്ള ആയുസ്. അഴ്മാറു ഉമ്മത്തി ബൈന 60 വ 70, ബിറ്റ്വീൻ 60 and 70. നമ്മൾ ആയുസ് 60 വയസ്സാകുമ്പോഴേക്ക് മനുഷ്യന്മാർ തന്നെ പറയാണ്, ഇനി വലിയ കാലമൊന്നുമില്ല, പോവാനായി. എന്നാല് സിറാത്ത് പാലം ഒരു മനുഷ്യന് വിട്ടുകിടക്കണമെങ്കിൽ ദുനിയാവിലെ 70,000 വർഷം. യാ അല്ലാഹ്. അപ്പൊ ആ 70,000 വർഷം അക്കോർഡിംഗ് ടു ഓരോ ആളുകളിലേക്കും ചേർത്തിയിട്ടാണ്. അത് മിന്നൽ പിണർ വേഗതയിൽ ഒരു മനുഷ്യൻ കടക്കണമെങ്കിൽ.
ആഖിറത്തിലേക്കുള്ള പാകപ്പെടലാണ് ദുനിയാവ് എന്ന് തന്നെയാണ് ഖുർആൻ ഇസ്ലാം ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്. അലം യഅ്നിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും. അല്ലേ? നമുക്കൊന്നും അള്ളാഹിനെ പേടിക്കാനുള്ള ഖുശൂ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നത്തെ ഖുതുബയില് എന്തിനാണ് നമ്മൾ എല്ലാ ദിവസവും 4 റക്അത്ത് ദുഹർ നിസ്കരിക്കുന്ന നമുക്ക് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തെ 2 റക്അത്താക്കി തന്നത്? അൽ ജുമഅത്തു അൽ ഖുതുബത്തു തഖൂമു മഖാമ റക്അത്തൈനി മിനൽ ഫറം. ബാക്കിയുള്ള 2 റക്അത്ത് ഖതീബ് മിമ്പറിന്റെ മുകളിൽ നിർവഹിക്കുന്ന ഖുതുബയാണ്. ഞങ്ങൾ നിർവഹിക്കുന്ന ജുമുഅ ജമാഅത്ത് 2 റക്അത്താക്കി ചുരുക്കി തന്നത്. ബാക്കിയുള്ള ദുഹറിലെ 4 റക്അത്തിൽ അവശേഷിക്കുന്ന 2 റക്അത്തിന്റെ സ്ഥാനത്താണ് നിങ്ങളുടെ ഖതീബ് വെച്ചിട്ട് നടക്കുന്ന 2 പ്രഭാഷണങ്ങൾ, ഖുതുബത്തൈൻ, 2 ഖുതുബകൾ. ഈ 2 ഖുതുബകളിലും ഖതീബിന്റെ ഖുതുബ സ്വഹീഹാകണം എങ്കിൽ അവിടെയുള്ള നിബന്ധനയാണ് അൽ വസിയ്യത്തു ബിത്തഖ്വ. ഖതീബ് എന്ത് ചെയ്യണം? തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് നടക്കണം. ഊസീകും വഇയ്യായ അവ്വലൻ ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഈ സൂക്ഷിക്കൽ എവിടുന്ന് ജനിക്കണം? ഖൽബിന്റെ ഉള്ളിൽ നിന്ന് ജനിക്കണം. അപ്പൊ എല്ലാ വെള്ളിയാഴ്ച 2 പ്രാവശ്യം തഖ്വകൊണ്ടുള്ള വസിയത്ത് കേട്ടിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ വീണ്ടും വീണ്ടും പ്യൂരിഫിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ എല്ലാം ഇവിടെ നിന്നാണ് ചേഞ്ചുകൾ മുഴുവൻ ഉണ്ടാകുന്നത്, നമ്മുടെ പ്രകടന പരതയിലേ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ ഖൽബ് അത് അമീറുൽ ജവാരിഹ്, ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും ലീഡർ അർറാഇ. അൽ ഖൽബു ഹുവ അർറാഇ, അൽ ഖൽബു ഹുവൽ അമീറു വർ-റാഇ. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയമാണ് ഇടയൻ, ആട്ടിടയൻ നിങ്ങളുടെ ഹൃദയമാണ്. ആയിരക്കണക്കിന് ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന ആട്ടിടയൻ അത് നിങ്ങളുടെ ഹൃദയമാണ്. വൽ അമീർ, നിങ്ങളുടെ ഹൃദയം ഒരു അമീറാൻ, ഒരുപാട് സംഘങ്ങളുടെ നേതാവാൻ, ഒരുപാട് സംഘത്തിന്റെ തലവനാണ് നിങ്ങളുടെ ഹൃദയം. വൽ ജവാരിഹ്, നിങ്ങളുടെ ശരീരത്തിലെ മറ്റുള്ള അവയവങ്ങൾ അത് കൽ ഖദമി വർ-റആയ, അടിമകളെ പോലെയാണ്. ആട്ടിൻപറ്റങ്ങളെ പോലെയാണ് ഹൃദയം, ആട്ടിടയൻ, മറ്റുള്ള അവയവങ്ങൾ ആട്ടിൻപറ്റങ്ങൾ. എത്ര മനോഹരമാണ് ഈ പ്രയോഗം. അതുകൊണ്ടാണ് പല പഴയ കിതാബുകളിലും നമ്മുടെ ആലിമീങ്ങളായ ആളുകൾ ദുആ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ അസ്ലിഹിർ റാഇ വർ-റഇയ. പടച്ചോനെ, എന്റെ ആട്ടിടയനെയും നീ നന്നാക്കണമേ, എന്റെ ആട്ടിൻപറ്റങ്ങളെയും നീ നന്നാക്കണമേ. അന്നത്തെ ആളുകൾക്കത് അവർ ദുആ ചെയ്തപ്പോഴേ തിരിഞ്ഞു, ഏതാണ് ഈ റായി, ഏതാണ് ഈ റഇയ്യ, ഏതാണ് ഈ ലീഡർ, ഏതാണ് ഈ സർവന്റ്. അത് തിരിഞ്ഞു. എങ്ങനെയാണ്? അല്ലാഹുവേ, എന്റെ ആട്ടിടയൻ എന്റെ ഹൃദയമാണ്, എന്റെ ആട്ടിൻപറ്റങ്ങൾ എന്റെ ശരീരത്തിലെ മറ്റവയവങ്ങളാണ്. അതിന് ഒരു കൃത്യമായ തെളിവുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ഇന്നത്തെ പള്ളിയിലേക്ക് ഒരു മധ്യാഹ്ന നേരം കയറി വരുമ്പോ ഒരാൾ നല്ല നിസ്കാരത്തിലാണ്. ആ നിസ്കാരത്തിന്റെ ഇടയിൽ ഇയാൾ അശ്രദ്ധമായിട്ട് അയാളുടെ താടി രോമങ്ങളിൽ ഇങ്ങനെ പിടിച്ച് കളിക്കാൻ. ആള് നിസ്കാരത്തിലാണ്, നിസ്കാരത്തിലാണ്. പക്ഷേ അയാൾ ആ നിസ്കാരത്തിന്റെ ഇടയിൽ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, ആക്ടിവിറ്റീസും മൂവ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഇയാളെ കൈയേറ്റ് ഇങ്ങനെ താടിമേൽ കളിക്കുകയാണ്. മദീനത്തെ പള്ളിയുടെ 4 കെട്ടിന്റെ അകത്തേക്ക് കയറി വന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്, മുസല്ലിയൻ, ഒരു നിസ്കാരക്കാരനെ കാണുകയാണ്. യഅബസു ബിലിഹയതിഹി, അയാളെ താടി രോമത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിസ്കാരത്തിന്റെ ഇടയിൽ അശ്രദ്ധമായിട്ട് കളിക്കുകയാണ്. ഫഖാല, അപ്പോൾ നബി തങ്ങൾ അയാളെ ചൂണ്ടിയിട്ട് ബാക്കിയുള്ള സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അമാ ഹാദാ, ഈ നിസ്കരിക്കുന്ന മനുഷ്യൻ ലൗ ഖശഅ ഖൽബുഹു, അയാളുടെ ശരീരങ്ങളുടെ നേതാവാകുന്ന, അയാളുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ ഇടയനാകുന്ന, അയാളുടെ ശരീര അവയവങ്ങളുടെ ലീഡറാകുന്ന, അമീറാകുന്ന അയാളുടെ ഹൃദയമെങ്ങാനും അല്ലാഹുവിനെ ഭയപ്പെട്ടിരുന്നു എങ്കിൽ ലഖശഅത് ജവാരിഹുഹു,
അയാളുടെ മറ്റു ശരീര അവയവങ്ങളും പരിശുദ്ധ റബ്ബിനെ പേടിച്ചേനെ. അയാളുടെ നേതാവാകുന്ന ഹൃദയം റബ്ബിനെ പേടിക്കാത്തത് കൊണ്ടാണ് ഈ ശരീരത്തിലെ അവയവങ്ങളും കളിക്കാൻ തുടങ്ങിയത്. എന്തൊരു വലിയ പ്രയോഗമാണ്. അയാളെ ഖൽബെങ്ങാനും അല്ലാഹുവിനെ പേടിച്ചിരുന്നുവെങ്കിൽ ബാക്കി ശരീര അവയവങ്ങളൊക്കെ റബ്ബിനെ പേടിച്ചേനെ. അപ്പം നിസ്കരിക്കുന്ന മഹാന്മാരുടെ ഭയഭക്തി, അവരുടെ ജീവിതത്തെ മറ്റുള്ളവരിലേക്ക് ചേർത്തി വെക്കുന്നത് ഒക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഹൃദയ രോഗം എന്ന് പറഞ്ഞാല് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ചൊക്കളി അങ്ങാടിയിൽ നാളെ ഫാസ്റ്റിങ്ങിൽ പോയിട്ട് വെറും വയറ്റിൽ ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ച് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നാളത്തെ കട്ടൻ ചായ പോലും കുടിക്കാതെ അവ്വലു സുബൈക്ക് നമ്മൾ ലബോറട്ടറിയിൽ ലാബ് ടെക്നീഷ്യന്റെ ലെൻസിന്റെ മുകളിൽ ഒരു തുള്ളി ബ്ലഡ് കൊടുത്തിട്ട് നമ്മൾ അവരോട് പറയാണ്, എന്റെ കൊളസ്ട്രോൾ എത്രയാ, എന്റെ HDL, എന്റെ LDL, എന്റെ ഷുഗർ എത്രയാ, എന്റെ പ്രഷർ എങ്ങനെയാ, എന്റെ യൂറിക് ആസിഡ് എങ്ങനെയാണ്, എന്റെ ക്രിയാറ്റിന്റെ അളവ് എങ്ങനെയാണ്, ഇതിന്റെ എല്ലാം റിസൾട്ട് 1 മണിക്കൂർ കൊണ്ട് ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മളെ മേശപ്പുറത്ത് വെച്ച് തരിക. എല്ലാം കിട്ടി. പക്ഷേ ഈ സാധനത്തിന്റെ ഉള്ളിലുള്ള രോഗങ്ങൾ നിർണയിക്കാൻ ഇന്നൊരു ലബോറട്ടറി ഇവിടെ ഇല്ല. ഇവിടെ ലബോറട്ടറി ഇല്ല. ഇതിലെ രോഗങ്ങൾ നിർവഹിക്കാൻ എങ്ങനെ സാധിക്കുക? പിറ്റേ ദിവസം നമ്മൾ പോയിട്ട് വയലൊക്കെ കേട്ടിട്ട് എൻ്റെ കൽബ് സലീമാകണം, അതുകൊണ്ട് കൽബ് സലീമാകണമെങ്കിൽ എൻ്റെ അസുഖങ്ങളൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം, ഡയഗ്നോസ് ചെയ്യണം. അടുത്ത ദിവസം നമ്മൾ ചൊക്ലിയിലെ സെയിം ലാബിൽ പോയിട്ട് ലാബ് ടെക്നീഷ്യനോട് പറയാണ്, കുറച്ച് ബ്ലഡ് കൊടുത്തിട്ട് എൻ്റെ കിബറിന്റെ അളവ് കിട്ടണം, എൻ്റെ ഹസദ് അസൂയന്റെ അളവ് കിട്ടണം, എൻ്റെ ഗളബ് എൻ്റെ ദേഷ്യം എങ്ങനെയാണ്, എൻ്റെ ഹിഖ്ദ് എൻ്റെ പോര്, എനിക്ക് മറ്റുള്ളവരോട് പോരടിക്കാനുള്ള സ്വഭാവം എങ്ങനെയാ, എൻ്റെ റിയാ, ഞാൻ എന്റെ അമലൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അമലായി എന്റെ രോഗം മാറിയിട്ടുണ്ടോ, അല്ല എന്റെ രോഗം മൂർജിച്ചിട്ടുണ്ടോ? സുംഅത്ത്, എങ്ങനെയെങ്കിലും രഹസ്യത്തിൽ ചെയ്ത കാര്യം തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് പരസ്യമാക്കിയിട്ട് അതിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന അസുഖം അതെനിക്കുണ്ടോ? അതേതെങ്കിലും രീതിയിൽ എന്റെ അമലുകളെ പൊളിച്ചിട്ടുണ്ടോ? ഇതിന് ഒരു ഡയഗ്നോസ്റ്റിംഗ് സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ ഖൽബുൻ സലീം. അപ്പൊ നാളെ മഹ്ശറയിൽ രക്ഷപ്പെടുന്നോന് ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല സലീമായ സ്വാഫായ ഖൽബ്. അതാണ് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയത്തിന്റെ ഉടമയാണ് നാളെ സ്വർഗത്തിലേക്ക് മിന്നൽ പിണർ വേഗത്തിൽ ഓടുന്നവൻ. എന്താ ഈ രക്ഷപ്പെട്ട ഹൃദയം? ചതിയിൽ നിന്ന് രക്ഷപ്പെട്ട, വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെട്ട, ദേഷ്യത്തിൽ നിന്ന്, ഈർഷ്യത്തിൽ നിന്ന്, കൊലയിൽ നിന്ന്, കളവിൽ നിന്ന്, പകയിൽ നിന്ന്, ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്, അവര് ഹൃദയ രോഗികളാണ്, ഹൃദ്രോഗികൾ. ഇത് കാർഡിയാക്ക് അറസ്റ്റ് വന്നുകൊണ്ടുണ്ടായതല്ല. ഇത് ആൻജിയോഗ്രാമോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്യേണ്ട രോഗമല്ല, അത് എക്സ്റ്റേണൽ ഡിസീസാണ്. അതിനാണ് കാർഡിയോ വിദഗ്ധരെ നമ്മൾ കാണുന്നത്, അതിനാണ് ലോക്കുകൾ നിർണ്ണയിക്കുന്നത്, അതിനാണ് നമുക്ക് ഇതിൻ്റെതായിരിക്കുന്ന ആവശ്യകരമായിരിക്കുന്ന ട്രീറ്റ്മെന്റുകൾ നൽകുന്നത്. ഒരു ട്രീറ്റ്മെന്റും ഇതുവരെ നടത്തപ്പെടാത്ത ഒരുപാട് രോഗങ്ങളാണ്. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഭാര്യന്മാരോട് അല്ലാഹു ഖുർആനിൽ ഒരു പ്രയോഗം പ്രയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഗൗരവ സ്വഭാവം നിലനിർത്തണം. ആയിഷ ബീവിയൊക്കെ അള്ളാഹിന്റെ റസൂല് വഫാത്താകുന്ന നേരത്ത് നമ്മളെ നാട്ടിലെ ഒരു പെൺകുട്ടിയുടെ കെട്ടിക്കാനുള്ള പ്രായം തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്ത് ആയിഷ ബീവി ഉമ്മുൽ മുഅ്മിനീനാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഭാര്യന്മാരോട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്, നിങ്ങൾ സാധാരണ പെണ്ണുങ്ങന്മാരെ പോലെയല്ല. അള്ളാഹിന്റെ ഹബീബ് നിങ്ങളെ കല്യാണം കഴിച്ചതോടുകൂടെ നിങ്ങൾ മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്, അതുകൊണ്ട് മാതൃസ്ഥാനീയയാണ് നിങ്ങൾ. പിന്നെ പ്രൊമിത്യൂസിന്റെ നടപടികൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അല്ലാഹു ഖുർആനിൽ പറയാണ്, യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض لا نساء النبي നബിയുടെ പെണ്ണുങ്ങന്മാരെ നിങ്ങൾ വേറെ പെണ്ണുങ്ങന്മാരെ പോലെയല്ല, നിങ്ങൾ സാധാരണ സ്ത്രീകളല്ല. അപ്പൊ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് പോകുമ്പോ വേറൊരു പുരുഷനായിട്ട് സംസാരിക്കുമ്പോ ആ പുരുഷൻ നിങ്ങളോട് നിങ്ങളെ ബഹുമാനങ്ങളൊന്നും നിലനിർത്താത്ത രീതിയിൽ ഇങ്ങോട്ട് മറുപടി തരികയാണെങ്കിൽ അവിടെയൊക്കെ ഒരു മതിൽക്കെട്ട് നിങ്ങൾ സ്ഥാപിക്കണം. കാരണം ഖൽബിന് മറമുള്ള അഥവാ ഹൃദയ രോഗങ്ങളുള്ള ചില ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കാം.
അപ്പൊ അവിടെ അള്ളാഹു പ്രയോഗിച്ചത് ഹൃദ്രോഗി എന്നാണ്, ഹൃദയരോഗമുള്ളവൻ എന്നൊരു പ്രയോഗമാണ് അള്ളാഹു പ്രയോഗിച്ചത്. അപ്പൊ ഇന്ന് നമ്മുടെ കൽബൊക്കെ എപ്പോഴും മാറാനുള്ള ഒരു സാഹചര്യത്തിലാണ് പുതിയ തലമുറയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന എല്ലാ നിസ്കാരത്തിന്റെയും അത്തഹിയാത്തിൽ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് പറഞ്ഞ ഉടനെ തന്നെ സലാം വിട്ടുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ ഒരു ദുആ ഉണ്ട്. അതിങ്ങനെയാണ്: അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, മനുഷ്യ ഹൃദയങ്ങളെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി മാറ്റിമറിക്കുന്ന തമ്പുരാനെ, സബ്ബിത് ഖുലൂബനാ, ഇങ്ങനെ എപ്പോഴും മറിഞ്ഞു പോവാൻ സാധ്യതയുള്ള ഞങ്ങളെ കൽബുകളെ സബ്ബിത്, നീ സ്ഥിരപ്പെടുത്തണേ അല്ലാഹ്, അലാ ദീനിക യാ റബ്ബൽ ആലമീൻ. എവിടെ പോയാലും നിന്റെ ദീനിന്റെ മേൽ ഞങ്ങളുടെ കൽബിനെ നീ സ്ഥിരപ്പെടുത്തണേ തമ്പുരാനെ. ഒറ്റക്ക് അണിഞ്ഞൊരുങ്ങി പോയിരിക്കുകയാണ്. ആ നേരത്താണ് ഞങ്ങളെ പിഴപ്പിക്കാൻ ഏതെങ്കിലും ആളുകൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, വളരെ ഒരു സ്പീഷ്യസ് ആയ ഒരു ഒക്കേഷൻ ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടത്. ഉദാഹരണമായിട്ട് ആരും കാണാനുള്ള സാധ്യത അവിടെ ഇല്ല. നമ്മളെ കൂടെയുള്ള ആൾക്കാർ രഹസ്യങ്ങളെ മനോഹരമായിട്ട് കീപ്പ് ചെയ്യാൻ പാകത്തിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ആ തിന്മ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് മനുഷ്യൻ ഒരു പരീക്ഷണത്തിന്റെ മൂർധന്യതയിലാണ്. അവിടെയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഏതു നിമിഷവും മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖുലൂബനാ, ഞങ്ങളുടെ കൽബുകളെ നീ സ്ഥിരപ്പെടുത്തണേ അല്ലാഹ്, അലാ ദീനിക യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമുക്ക് കൽബിന് സ്ഥിരത വേണം. ഈ ദുആക്ക് ഇന്നത്തെ കാലത്ത് എന്തോരം പ്രാധാന്യമുണ്ട് നമ്മൾ ആലോചിച്ചു. റസൂലുള്ളാഹി തങ്ങൾ ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു, എന്റെ മുമ്പിൽ എന്റെ മുഅ്മിനീങ്ങൾ, എന്റെ സമുദായ അംഗങ്ങളായ ഉമ്മത്ത് മുഹമ്മദ് അവസാന കാലം ഒരു കാഴ്ച കാണും, എന്നിട്ടൊക്കെ അന്ത്യനാൾ നടക്കുള്ളൂ. എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? ഒരാള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, പ്രഭാത നേരത്തെ ഇറങ്ങുമ്പോ അയാള് മുഅ്മിനായിട്ടാണ് ഇറങ്ങുന്നത്. വൈകുന്നേരം വീട്ടിലേക്ക് കയറുമ്പോ കാഫിറായിട്ടായിരിക്കും വീട്ടിലേക്ക് കയറുക. കാരണം സാഹചര്യം അയാളെ മാറ്റി, അയാളെ ഇഅ്തിഖാദ് പോയി, അയാൾ ദീനിൽ നിന്ന് വ്യതിചലിച്ചു. കാരണം അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്ന് സുലഭമാണ്. വീട്ടിൽ നിന്ന് അയാൾ വൈകുന്നേരം ഇറങ്ങുന്നത് സത്യവിശ്വാസിയായിട്ടാണ്. നേരം വെളുക്കുമ്പോ നാളെയുടെ പ്രഭാതത്തിൽ നമ്മുടെ വീട്ടിലേക്ക് അയാൾ കയറി വരുന്നത് കാഫിറായിട്ടാണ്. കുട്ടികൾക്കൊക്കെ പിഴക്കാനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടം പോലെയായി. അപ്പോ അതിനൊക്കെ ഇനി നബിതങ്ങൾ അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്യുള്ളൂ. അതിന്റെ സാങ്കേതികമായ അർത്ഥതലങ്ങൾ സമകാലീനമായിട്ട് താരതമ്യം ചെയ്യേണ്ട ബാധ്യത അത് നമ്മുടെ തലയിലാണ്. നമ്മൾ ചിന്തിക്കണം. ഈ അടുത്തല്ലേ മലബാറിലെ പേര് കേട്ട ഒരു പട്ടണത്തില് വിവാഹത്തിന്റെ തലകല്യാണത്തിന്റെ ഭാഗമായിട്ട് ഹെൽദി നടക്കും, മെഹന്തി നടക്കും, മുൻപുള്ള കല്യാണ പകട്ടുകളൊക്കെ നടക്കും. അതിന്റെ ഇടയിലാണ് 10-11 മഫ്തയിട്ട നല്ല ചൊങ്കും ചൊറുക്കുള്ള മുസ്ലിം പിള്ളേര് ഒരു ടേബിളിന്റെ വട്ടമേശക്കരികിൽ ഇരുന്നിട്ട് ഷാമ്പെയിൻ പൊട്ടിച്ചിട്ട് തലകല്യാണം ആഘോഷിച്ചത്. അപ്പൊ അതിലൊരു കുട്ടി പറയുന്നുണ്ട്, ഇത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല, ഇത് ചെയ്യല്ല മോളെ. ആര് പറഞ്ഞു? അതിനെ വെല്ലുവിളിക്കുകയാണ്. ഒരു തരം എന്താ പറയാ, അന്താരാഷ്ട്രീയമായിട്ട് ഫുട്ബോൾ ക്ലബ്ബുകളൊക്കെ അവരുടെ അവിഹിത മാർഗങ്ങളിലൂടെ സമ്പാദിച്ച പണക്കൊഴുപ്പുകളെ മുഴുവൻ ഏതു വിധേനയും അവർക്ക് വ്യവഹാരം നടത്താം. ആ ഒരു സംസ്കാര ശൂന്യത നമ്മളെയൊക്കെ അഖീദ അഖ്ലാഖ് ദീനിയാത്തൊക്കെ ഓതിയ മുസ്ലിം മക്കളിൽ വന്ന് പെടുക, എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ അപ്പാടെ പ്രസിദ്ധിപ്പെടുത്തുക. അത് പ്രസിദ്ധിപ്പെടുത്തി കാട്ടുതീ പോലെ അനർഗളം എല്ലാ ഭാഗത്തേക്കും നാവു നീട്ടി ഓരോരുത്തരുടെയും പോക്കറ്റിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഞാൻ ഈ ചെയ്ത കൃത്യം വീഡിയോ ക്ലിപ്പായിട്ട് പ്രത്യക്ഷപ്പെടുമല്ലോ തമ്പുരാനെ എന്ന കുറ്റബോധം അശേഷം നമ്മുടെ പുതിയ തലമുറയെ തൊട്ട് തീണ്ടാതിരിക്കുക. അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ ദുആക്ക് എന്തോ ഒരു
അർത്ഥമുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, കാലത്തിനനുസൃതമായിട്ട് മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, സബ്ബിത് ഖുലൂബനാ അലാ ദീനിക യാ റബ്ബൽ ആലമീൻ, നിന്റെ ദീനിന്റെ മേലിലായി ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ സ്ഥിരത നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹൃദയശുദ്ധിയുടെ വിഷയത്തിൽ ജനങ്ങൾ 4 വിധമാണ്, 4 വിഭാഗം ആൾക്കാരാണ്. നമുക്കൊക്കെ നമ്മൾ ഏതിൽ പെട്ടവരാണ് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്കൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒന്നാമതായി നബിതങ്ങൾ പറഞ്ഞത് ഒരു വിഭാഗം ആളുകളാണ്, അവർ പെർഫെക്റ്റ് ആണ്. ആരാണവര്? അവരുടെ മനസ്സും ശുദ്ധം, അവരുടെ ശരീരവും ശുദ്ധം. എക്സ്റ്റേണൽ ബ്യൂട്ടി ഉണ്ട്, ഇന്റേണൽ ബ്യൂട്ടി ഉണ്ട്. അവരുടെ മാനസികമായിട്ട് വളരെ സംശുദ്ധനാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഒരു പുറത്തും അങ്ങനെയാണ്, നല്ല മനോഹരമായ വെടുപ്പിലും വൃത്തിയിലും നടക്കും. അവരുടെ ഉള്ളും അതുപോലെയാണ്. അതിന്റെ ഉദാഹരണം അല്ലാഹുവിന്റെ റസൂൽ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഖിരീൻ, അല്ലാഹു തൗബ ചെയ്യുന്ന, ഖേദിച്ചു മടങ്ങുന്ന ഹൃദയത്തിന്റെ ഉടമകളായ ആളുകളെ ഇഷ്ടപ്പെടുന്നവനാണ്. വയുഹിബ്ബുൽ മുതതഖിരീൻ, നല്ല ശുദ്ധിയും വൃത്തിയും ഹൈജീൻ ഒക്കെ ഉള്ള ആൾക്കാരും അല്ലാഹുവിന് ഇഷ്ടമാണ്. മറ്റൊരു സ്ഥലത്ത് നബി തങ്ങൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, മസലുൽ മുഅ്മിനിൽ ലദീ യഖറഉൽ ഖുർആൻ, വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം കമസലിൽ ഉതുർജ, മുസംബി പോലെയാണ്, ഓറഞ്ച് പോലെയാണ്. നമ്മുടെ ബുർത്തുക്കാൽ, സിട്രീസ് അതുപോലെയാണ്. ഉത്തുറുജയുടെ പ്രത്യേകത എന്താ? ബുർത്തുക്കാലിന്റെ ഈ മുസംബിയുടെ പ്രത്യേകത എന്താണ്? ഒരാള് ഷോപ്പിൽ പോയിട്ട്, ഫ്രൂട്ട്സ് സ്റ്റാളിൽ പോയിട്ട് ഒരു നല്ല റോസ് പഴുത്ത് പാകമായ മുസംബി എടുത്തിട്ട് അയാളുടെ നാസാരന്ധ്രങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നാൽ അത് നല്ല സുഗന്ധദായകം, ഒരു പ്രത്യേക മണാണ്. അതിന്റെ സ്മെല്ല് ആർക്കും അലോസരം കൊടുക്കാറില്ല. ചില ഈ ഫ്രാഗ്രൻസ്, ചില സാധനങ്ങൾ ബക്കറ്റ് വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇതിന്റെ ഇടയിൽ കൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കണം. ഇൽമു പറയുന്ന മജ്ലിസിന് തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ, ഇതിന്റെ ഫ്ലോ നഷ്ടപ്പെടാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ നടക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലൂടെ ബക്കറ്റ് വരുമ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ കിട്ടുന്നത് വളരെ തുച്ഛമാണ്. ഈ അസുരപസുരഭിലമായ സന്ദർഭത്തെ നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. നമുക്ക് സ്വർഗത്തിലേക്കുള്ള വേഗത കൂടാനുള്ള ഒരു അവസരമായിട്ട് നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുക. നല്ല നീയത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ബക്കറ്റിലേക്ക് നിങ്ങളുടെ ഉദാരമായ സംഭാവനകളെ വിശാല മനസ്കതയോടുകൂടെ കൊടുക്കുക. ഇപ്പടുത്ത് എന്നോട് ഇന്നലെയാണ് ആ മനുഷ്യൻ ഈ കാര്യം പങ്കുവെച്ചത്. അഥവാ വയറ് സംബന്ധമായ, വൻകുടൽ സംബന്ധമായ ഒരു ഓപ്പറേഷൻ നിർബന്ധമായും നടത്തണം എന്ന് പറഞ്ഞ് എറണാകുളത്തൊരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് ട്രെയിനിൽ പോകുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഏറ്റവും മുഹിബ്ബായ ഒരു ഉസ്താദിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് ഓപ്പറേഷൻ ഭയമാണ്. കാരണം ഓപ്പറേഷൻ ചെയ്താൽ അത് സക്സസ്ഫുൾ ആകും എന്ന കാര്യത്തിൽ ഓപ്പറേഷൻ നിർവഹിക്കുന്ന വിശ്വഗരന് തന്നെ ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ ഒരു ഓപ്പറേഷന് ഞാൻ കടന്നു കൊടുത്താൽ എന്താവും സ്ഥിതി? പക്ഷെ വൈദ്യശാസ്ത്രം പറയാണ് ഓപ്പറേഷൻ ചെയ്യാതെ നിർവാഹമില്ല. ഞാനിപ്പോ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ഈ ഉസ്താദ് ട്രെയിനിൽ ഇങ്ങനെ ഫോൺ വിളിച്ച ഈ മനുഷ്യനോട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, സഹോദര, നിന്റെ ജീവിതത്തിൽ മനസ്സ് വെച്ച് നീ ചെയ്ത ഒരു ധർമ്മം, അത് ഞാൻ ആ ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രഹസ്യമായി നീ സൂക്ഷിച്ചു വെച്ച ആ ധർമ്മം ഏതെങ്കിലും ഒന്ന്, നിനക്ക് ഹൃദയസ്പൃക്കായി തോന്നിയ ഒന്ന് നിന്റെ മനസ്സിൽ നീ കരുതിക്കോ. എന്നിട്ട് നീ അള്ളാഹുവിനോട് ദ്വാരക്ക, പടച്ചോനെ അല്ലാഹുവേ ലൗ കുൻതു ഫഅൽതു ലിവജ്ഹിക, അല്ലേ, ഞാൻ ഈ ചെയ്തത് നിന്റെ പൊരുത്തം കാംക്ഷിച്ചിട്ടാണ് റബ്ബേ. ആ സ്വതക്കയെ മുൻനിർത്തിയിട്ട് ഞാൻ നിന്നോട് പറയാണ്, ഫർജിഹ് അന്നി, എന്നെ തൊട്ട് ഈ വിഷമം നീ നീക്കി തരണേ റബ്ബേ. അദ്ദേഹം നേരെ പോകുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ട വ്യക്തിയെ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയാണ്, നമുക്ക് വെയിറ്റ് ചെയ്യാം, പ്ലീസ് വെയിറ്റ്. എന്നിട്ട് അദ്ദേഹം ലിസ്റ്റിൽ 2-3 മെഡിസിൻ കൊടുത്തിട്ട് പറയാണ്, അതിന്റെ താഴെ ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഫോളോ അപ്പ് എഴുതിയത്. എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷനിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ഓപ്പറേഷൻ സർജറിയിലേക്ക് പോകേണ്ട, ഫോളോ അപ്പ് മാത്രം മതി. 3 ദിവസത്തെ ഗ്യാസിന്റെ ഇൻഫ്ലമേഷൻ ഉള്ള ആന്റിബയോട്ടിക്കും കൊടുത്തിട്ട്
അദ്ദേഹത്തെ എറണാകുളത്തെ ഒരു ലോഡ്ജ് റൂം എടുത്തിട്ട് 3 ദിവസം വെയിറ്റ് ചെയ്യാൻ പറയാം. എല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അസ്വസ്ഥതകൾ മുഴുവൻ നീങ്ങി. 5-6 വർഷമായി. സഹോദരൻ ഇന്നലെ ഒരു യാത്രയിലാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞിട്ട് മനസ്സറിഞ്ഞിട്ട് കൊടുക്കുന്ന ചില, കാരണം ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്നത് ദാതാവാണ്, ഡോണർ അള്ളാഹുവാണ്. അള്ളാഹുവിന് ഇത് ഏത് മാർഗത്തിലൂടെയും ലാപ്സാക്കി കളയാനുള്ള വിനിമയ മാർഗങ്ങളൊക്കെ റബ്ബിന്റെ മുന്നിലുണ്ട്, അല്ലേ? ഒരു കീ ഹോൾ ശസ്ത്രക്രിയ മതി, ഒരു ഓപ്പൺ ഹേർട്ട് സർജറി മതി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ. എത്ര വഴിയിൽ മനുഷ്യന് നഷ്ടം, മനുഷ്യന്റെ കടങ്ങൾ, മനുഷ്യന്റെ ബാധ്യതകൾ, മനുഷ്യന്റെ ബിസിനസ് വെഞ്ചേഴ്സ് ഫ്ലോപ്പ് ആകുന്നത്, ഒന്നും വേണ്ട, ഒരു അസുഖമില്ലാതെ മോഷണം നടത്തി മറ്റുള്ളവർ കൊണ്ടുപോകുന്നത്, ആധാരം വേറുള്ള ആള് ഒരു അന്യായമായിട്ട് അപഹരിക്കുന്നത്, നമുക്ക് സ്ട്രെസ് വരാൻ, ഫ്രസ്ട്രേഷൻ വരാൻ ചെറിയ ചെറിയ കാരണങ്ങൾ മതി, നമ്മൾ ഒന്നും അല്ലാതാവുക. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു ചാർത്തുന്നതും ഭവാൻ. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത്. പടച്ചോനെ, നീ ഒരാൾക്ക് ഇത്ര കൊടുക്കണം എന്ന് നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിലേക്ക് അത് എത്തണ്ട എന്ന് ലോകത്തെ കരസേനകൾ, ലോകത്തെ വ്യോമസേനകൾ, ലോകത്തെ കരസേനകളും വ്യോമസേനകളും നാവികസേനകളും സംയുക്താഭിമുഖ്യത്തിൽ പകിട നിരത്തിയിട്ട് തീരുമാനിച്ചാലും ആ മനുഷ്യന്റെ കയ്യിലേക്ക് അല്ലാഹു തആല അത് എത്തിച്ചു കൊടുക്കുന്നത് തന്നെയാണ്. വലാ മുഅ്തിയ ലിമാ മനഅത്. ഇന്നാലിന്നൊരു മനുഷ്യന് ഇന്ന സാധനം കിട്ടണ്ട എന്ന് നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ 18 അടവും പമ്പരം കറങ്ങലും നടത്തിയാലും ശരി, നിന്റെ അടുത്തേക്ക് പോലും ആ അനുഗ്രഹങ്ങൾ കടന്നു വരൂല. അതാണ് റബ്ബ് തമ്പുരാൻ. നമ്മൾ ഈ ഒരു ചിന്തയോടുകൂടെ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഒരു കുട്ടി പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി വരികയാണ്, വഴുതി വീണു, എന്തോ ഒരു അപകടം സംഭവിച്ചു. ആ അപകടം സംഭവിച്ചോടുത്തിട്ടിട്ട് നമുക്കൊക്കെ ഉള്ളൊരു ശീലാണ് കുഞ്ഞിനെ ശകാരിക്കുക, അല്ലേ? എന്നാൽ ഇങ്ങനെ വഴുതി വീഴണം എന്നും ആ നടത്തത്തിൽ അവൻ വേഗത കൂട്ടണം എന്നും ആ വേഗത കൂട്ടുമ്പോ അവൻ ഇങ്ങനെ വഴുതി വീഴണം എന്നും അല്ലാഹുവിന്റെ ഖളാ ആണ് എന്ന് മനസ്സിലാക്കാനും ആ മനസ്സാന്നിധ്യത്തോടു കൂടെ ക്ഷമിച്ച് സാരില്ല, ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കുക എന്ന അഭിപ്രായം പറയാനും ആരുമില്ല. അപ്പൊ ഈ ഖദർ ഖലാകൾ നമ്മളെ പാകപ്പെടുത്തുന്ന സാധനമാണ്. ഇങ്ങനെ മനസ്സിന് നമ്മൾ വ്യാകുലതകൾ വെറുതെ ഉണ്ടാക്കിയിട്ട് ഇന്ന് ടെൻഷൻ അനുഭവിക്കുകയാണ് പല ആളുകളും. ഈ കൊളസ്ട്രോള് അല്ലെങ്കിൽ ഈ ബാഡ് കൊളസ്ട്രോൾ, HDL, അല്ലെങ്കിൽ പ്രഷർ എന്നൊക്കെ പറയുന്ന സാധനം ഹെറിഡിറ്റിയാണ്, പാരമ്പര്യമാണ്, ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടാണ് എന്നൊക്കെ, അത് ഒരു വിധം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ കാരണമല്ല എന്നല്ല ഞാൻ സ്ഥാപിക്കുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ അതിന്റെ പ്രധാന ഹേതുകം ഈ ഹൃദയമാണ്. നമ്മളൊരു ഒഴിവ് കിട്ടിയാൽ ആലോചിച്ചുണ്ടാക്കാൻ, അവര് എന്നോട് അങ്ങനെ ചെയ്തു, അവരെന്നോട് അങ്ങനെ ചെയ്തു, അല്ലേ? അല്ലെങ്കിൽ ഇവരായിരിക്കും ആ പണി ഒപ്പിച്ചത്. നമ്മൾ ശത്രുവിനെ തോട്ടി വലിച്ചുണ്ടാക്കാൻ, ഈ ശത്രു സ്വപ്നേഭി, ഈ പാവപ്പെട്ട മനുഷ്യൻ ശത്രുസ്ഥാനത്ത് നമ്മൾ പ്രതിഷ്ഠിച്ച ആള് അത് ചെയ്തിട്ടുണ്ടാകൂല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടാകൂല. മിഥ്യാധാരണകൾ നമ്മുടെ ഹോർമോണുകളെ ബാഡ് നെഗറ്റിവിറ്റി നൽകുന്നു. അതുകൊണ്ട് മനുഷ്യ ഹൃദയത്തില് ഈ ചീത്ത ചിന്തകളൊക്കെ തന്നെ നമ്മുടെ ഹോർമോണുകളുടെ സ്വഭാവം മാറ്റുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇന്നൽ ഹസദ, നിങ്ങളെ ഈ കൽബിന്റെ ഉള്ളിലുണ്ടാകുന്ന രോഗമാണ് അസൂയ. യഅ്കുലുൽ ജസദ, നിങ്ങളുടെ ശരീരത്തെ അസൂയ എന്ന് പറയുന്ന രോഗം തിന്നു കളയും. കമാ യഅ്കുലുൻ നാറു അൽ ഹതബ, നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലെ അടുപ്പിന്റെ ഉള്ളിലെ വിറകിനെ, നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലെ അഗ്നി സ്ഫുലിംഗങ്ങൾ, തീനാളങ്ങൾ കരിച്ചു കളയും പോലെ. അപ്പൊ എന്താണ് അസൂയന്റെ തഅരീഫ്? എന്താണ് നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്? അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഇല്ലെങ്കിലും വേണ്ടില്ല, അവൻ ഉണ്ടാകാൻ പാടില്ല.
അപ്പൊ നമ്മളെ പ്രോഗ്രസ് അല്ല ലക്ഷ്യം, അവന്റെ അധോഗതിയാണ് ലക്ഷ്യം. എനിക്കുണ്ടാവണം, എനിക്ക് ഇനി ഒന്നുമില്ലെങ്കിലും ഞാൻ പച്ച കഞ്ഞിവെള്ളം കുടിച്ചിട്ട് എന്റെ ഉപജീവനം നടത്തും, ഒരു കുഴപ്പമില്ല. അതിലാൾക്ക് ഫ്രസ്ട്രേഷൻ ഇല്ല. പക്ഷേ ആൾക്ക് ഉണ്ടാവുക, അയാൾക്ക് ഉണ്ടായി കണ്ടാൽ അന്നത്തെ ദിവസം ശ്വാസം മുട്ട്, അന്നത്തെ ദിവസം അസ്വസ്ഥത, അന്നത്തെ ദിവസം തലവേദന. ഇത് അസൂയ എന്ന് പറയുന്ന, ഹസദ് എന്ന് പറയുന്ന രോഗാണ്. അത് നമ്മുടെ ഉള്ളിൽ ഈ ബാഡ് ഹോർമോണുകളെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ശോഷിച്ച് നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെയായി. നമ്മൾ ഒരാളോട് ശരിക്ക് നേരാമണ്ണം വർത്താനം പറയാൻ കഴിയാതെയായി. എന്നാ ഞാൻ പറയട്ടെ, അസൂയ എന്നുള്ള ശീലം പോലും തൊട്ട് തീണ്ടാത്ത ഒരു വ്യക്തിയോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക്. എത്ര പ്രസന്നവദനൻ, എത്ര ഊർജ്ജസ്വലൻ, എത്ര മനോഹരമായ ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമ. അയാളുടെ ഒരു ചിരിമതി ലോകത്തെ മാറ്റിമറിക്കാൻ. എത്ര പ്ലഷറിലായിരിക്കും അയാൾ ഉണ്ടാവുക. അയാൾക്ക് ഒരു പ്രശ്നവുമില്ല, ഹൃദ്രോഗങ്ങളില്ല, അല്ലെങ്കിൽ BP ഇല്ല, ഫ്രസ്ട്രേഷനുകളില്ല, ആങ്സൈറ്റി ഇല്ല, ഉത്കണ്ഠയില്ല, ഒറ്റപ്പെടൽ എന്ന തോന്നലില്ല, അല്ലെങ്കിൽ മനോവിഭ്രാന്തി ഇല്ല, അല്ലെങ്കിൽ ഡിപ്രഷൻ ഇല്ല, ഒന്നുമില്ല. അയാൾ കൂൾ, അയാൾ വളരെ ശാലീന സുന്ദരനായിട്ട് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു. എന്തേ? ആ ഖൽബിനുണ്ടാകുന്ന മാറ്റാണ്. അപ്പോ റസൂലുള്ളാഹി തങ്ങൾ 4 തരം ഖൽബിന്റെ ഉടമകളെ പരിചയപ്പെടുത്തി. ഒന്നാമൻ, അവന്റെ ശരീരവും വെടുപ്പും വൃത്തിയുള്ളതാണ്, അവന്റെ ഹൃദയവും വെടുപ്പും വൃത്തിയുള്ളതാണ്. അവനേതുപോലെയാണ്? കൽ ഉതുർജ, മുസംബി പോലെയാണ്. റീഹുഹാ ത്വയ്യിബ്, അതിന്റെ സ്മെല്ലും സുഗന്ധദായകം. വതഅമുഹാ ത്വയ്യിബ്, ഫ്രൂട്ട് സ്റ്റാളിൽ നിന്ന് നമ്മൾ മുസംബി എടുത്തിട്ട് മൂക്കിന്റെ മുമ്പൊക്കെ കൊണ്ടുവന്ന് മണത്ത് നോക്കിയാൽ നല്ല സുഗന്ധം. ഇനി അതൊന്ന് മുറിച്ചു നോക്കി, അതൊന്ന് രുചിച്ചാൽ നമ്മുടെ നാവിന്റെ എല്ലാ രസമുകുളങ്ങൾക്കും അത് മനോഹരമായ സുരുചിരം, അത് രുചിക്കൂട്ടുകളായി മാറുന്നു. അപ്പൊ ടേസ്റ്റും ഉണ്ട്, സ്മെല്ലും ഉണ്ട്. ഇതാണ് അകവും പുറവും നന്നായ, കൽബും പുറവും നന്നായ മുഅ്മിനിന്റെ ഉപമ. രണ്ടാമത്തെ ആളാരാണ്? പുറം ഭംഗിയൊന്നുമില്ല, മ്ലേച്ഛമാണ്, വെടുപ്പും വൃത്തിയില്ല, വേണ്ട രീതിയിൽ ഡ്രസ് കോഡൊന്നും ശ്രദ്ധിക്കാറില്ല, പക്ഷേ അകം വളരെ സംശുദ്ധമാണ്. അകം വളരെ സംശുദ്ധമാണ്. നബി തങ്ങൾ പറഞ്ഞു, റുബ്ബ അശ്അസ, എത്ര ജടകുത്തിയ ആളുകളാണ്, ഒട്ടിയ വയറുമായി, കുടിഞ്ഞ കണ്ണുമായി, ജടകുത്തിയ മുടിയുമായി, ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് നാട്ടുകാര് മുഴുവൻ വിളിപ്പേര് നൽകപ്പെട്ട എത്രയെത്ര ആളുകളാണ്. മദ്ഫൂഉം ബിൽ ബാബ്, ഓരോ വീട്ടുകളിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടുന്നവർ, ഓരോ കടത്തിണകളിൽ നിന്നും അട്ടിയോടിക്കപ്പെടുന്നവർ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അങ്ങനെയുള്ള ചില ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഒന്ന് കൈ ഉയർത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അല്ലാഹു അവർക്ക് ഉത്തരം കൊടുക്കുകയാണ്. ആ നാട്ടിലെ വരൾച്ച നീക്കിയത് അവരാണ്, ആ നാട്ടിൽ മഴ കൊടുത്തത് അവരാണ്, ആ നാട്ടിൽ രോഗം വരണ്ട എന്ന് തീരുമാനിച്ചത് അവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ദുആയിലൂടെ അല്ലാഹുവാണ് നടത്തിയത്. എന്നാൽ കാഴ്ചയിൽ അവർ ഭ്രാന്തനാണ്, കാഴ്ചയിൽ അവർ മ്ലേച്ഛ രൂപത്തിലുള്ള ആളുകളാണ്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, ചെളിക്കുളത്തിലെ ചെന്താമര. ചെന്താമരയാണ്, നല്ല കമലമാണ്, നല്ല ജലജമാണ്, പക്ഷേ അത് ചെളിക്കുളത്തിലാണ്. നമ്മൾ പറയാറുണ്ട്, ചേറിലെ മുത്ത് രത്നം പോലെ, ചേറിൽ പൂണ്ട, ചെളിയിൽ പൂണ്ടുപോയ രത്നം പോലെ. ഇക്ക് മോത്തി ഹേ ലേക്കിൻ വോ മിട്ടി കെ അന്തർ ഹേ, ഇക്ക് മോത്തി ഹേ, അത് മുത്താണ്, അത് രത്നമാണ്, അത് വജ്രമാണ്, അത് വൈഢൂര്യമാണ്, പക്ഷെ അത് ചെളിയിലാണ്, അത് ചെളിയിലാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ടല്ലേ, യാ ഉമർ, ഞാൻ പോകും, പിൽക്കാലത്ത് നിങ്ങളൊക്കെ ഇസ്ലാമിന്റെ നേതാക്കന്മാരായിട്ട് വരും. ഉമറേ, ഖറൻ എന്ന് പറയുന്ന റിമോട്ട് ഏരിയയിലുള്ള കുഗ്രാമത്തിലേക്ക് നിനക്ക് വല്ലപ്പോഴൊക്കെ പോകാൻ സൗഭാഗ്യസിദ്ധി ഉണ്ടായാൽ, ഖറൻ എന്ന് പറയുന്ന നാട്ടില് ഉവൈസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഞാനും ഉവൈസും സ്വപ്നത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച ആൾക്കാരാണ്. ആ നാട്ടിലുള്ള ഉവൈസിനെ കണ്ടാൽ ഉവൈസിന്റെ കൈ പിടിക്കാൻ മറക്കണ്ട ഉമറേ, ഉവൈസിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പറയാൻ മറന്നു പോകണ്ട ഉമറേ.
ഒരുപാട് കാലം കഴിഞ്ഞു ഇത് പറഞ്ഞു പോയി നബിതങ്ങള് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടു. ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഖറൻ എന്ന് പറയുന്ന പ്രദേശത്തിലൂടെ ഒട്ടകക്കട്ടിലിൽ യാത്ര ചെയ്യുകയാണ്. ഏതാണ് ഈ സ്ഥലം എന്ന് ചോദിച്ചു ആൾക്കാരോട്. ഇത് ഖറൻ എന്ന പ്രദേശമാണ്. ഉമർ തങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ കാര്യം ബോധമണ്ഡലങ്ങളിലേക്ക് തേട്ടി വന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ഒട്ടകക്കട്ടിലിൽ നിന്ന് താഴേക്ക് ചാടി അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് അടുത്ത പള്ളിയിൽ കയറിയപ്പോ ഉവൈസിനെ അന്വേഷിച്ചു. ഉവൈസുൽ ഖർണി അന്വേഷിച്ചു. ആളുകൾ കാണിച്ചു കൊടുത്തു. ആ നാട്ടുകാർ ഒരു വിലയും കൊടുക്കാത്ത, കുടുംബക്കാരിൽപ്പെട്ടവര് പോലും ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു മുഷിഞ്ഞ വസ്ത്രധാരി. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ആളിതാണെന്ന് ബോധ്യപ്പെട്ടപ്പോ നബി തങ്ങൾ കുറച്ച് അടയാളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. ആ അടയാളൊക്കെ ഉമർ തങ്ങൾക്ക് ബോധിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു നേരെ വീണു അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പരിരംഭണം ചെയ്തു, ആശ്ലേഷിച്ചു, കൈ പിടിച്ച് മുത്തി. അപ്പൊ ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ, ആരാണ് റബ്ബേ, ആരാണ്? എന്നിട്ട് ഖലീഫ പറയാൻ, യാ ഉവൈസ് ഊസിക യാ ഉവൈസ് ബിത്വാ. ഇതെന്റെ വാക്കല്ല, അതിന്റെ പരിശുദ്ധ നബിയുടെ നിർദ്ദേശമാണ്. അങ്ങനെ ചെളിക്കുളത്തിലെ ചെന്താമരകൾ ഒരുപാട് ഉണ്ടാകുന്നതാണ്. ആ മനുഷ്യന്റെ ഹൃദയവും വളരെ ശുദ്ധമാണ്. അങ്ങനെയും ചില ആൾക്കാരൊക്കെ ഉണ്ടാകും. മൂന്നാമത്തെ കൽബിന്റെ ഉടമകളെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഉള്ളും പുറവും മലിനമായവ. അകവും മ്ലേച്ഛം, പുറവും മ്ലേച്ഛം. അകത്ത് കത്തി, പുറത്ത് പത്തി. നാലാമത്തെ വിഭാഗം ഉള്ളും അകം മലിനം, പുറം മിനുക്കി. അകം മലിനം, പുറം വളരെ സംശുദ്ധം. ഇങ്ങനെ ഇസ്ലാം വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ കൽബ് ഏത് പൊസിഷനിലാണ് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഉള്ള ഏറ്റവും വലിയ, നമ്മളെ ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ വജ്രായുധം അത് വിനയമാണ്. വിനയം. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, താഴ്മതാൻ അഭ്യുന്നതി. നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. നമുക്കു നാമേ പണിവതു നാഗം, നരകവും അതുപോലെ. പഴയൊരു കവിതയാണ്. നമിക്കിലുയരാം. നമിക്കുക എന്ന് പറഞ്ഞാൽ നമിക്കുക. നമിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ള അവസ്ഥയിൽ നിന്ന് ഒന്ന് ആള് വളഞ്ഞ് അന്ന് താണ് കൂണ നിൽക്കണതിനാണ് നമ്രം. വളഞ്ഞത്. ONV ഗ്രൂപ്പിന്റെ പണ്ടത്തെ കവിതയിലുണ്ടല്ലോ, നമ്ര ശീർഷരായി മുന്നിൽ നിൽപ്പു കമ്പ്ര നക്ഷത്ര കന്യകൾ. കമ്പ്രം കാമിച്ചത്, സ്നേഹിച്ചത്. നമ്രം നമിച്ചത് അഥവാ കുമ്പിട്ടത്. നമ്മൾ നമ്ര ശിരസ്കരാണ്. ആരുടെ മുമ്പിൽ? അല്ലാഹുവാകുന്ന തമ്പുരാന്റെ മുമ്പിൽ. നമ്മുടെ ശരീഅത്തിൽ അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ അവകാശമില്ല. ഇസ്ലാമിന്റെ ശരീഅത്തിൽ അല്ലാഹുവാകുന്ന ഒരാൾക്ക് മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, എന്ത്? ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഗൈരില്ലാഹ്. അല്ലാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിൽ ഒരാൾ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണം എന്ന് ഒരാളോട് കൽപ്പിക്കാൻ എന്റെ റബ്ബ് എനിക്കെങ്ങാനും സമ്മതം തന്നിരുന്നു എങ്കിൽ മുഹമ്മദ് ചെയ്യുന്ന പണി എന്തായിരുന്നു എന്ന് നബി തങ്ങൾ പറയുകയാണ്. ലഅമർതുൽ മർഅത, സ്ത്രീയെ വിളിച്ചിട്ട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, അൻ തസ്ജുദ ലിസൗജിഹാ. നിന്റെ ജീവിതത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യേ എന്ന് ഞാൻ പെണ്ണിനോട് കൽപ്പിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇസ്ലാമിന്റെ ശരീഅത്തിൽ അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ there is no option. അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. പക്ഷേ നമ്മൾ കുമ്പിടാൻ, ഈ കുമ്പിടൽ തന്നെ നമുക്ക് നൽകുന്നത് അഭ്യുന്നതിയാണ്. നമ്മൾ എത്ര താന്നോ അത്രയും പുരോഗതി നാട്ടിലുണ്ടാകും. എത്ര വിനയം കാണിച്ചോ അത്രയും പോപ്പുലാരിറ്റി നാട്ടിൽ നമുക്ക് ഉണ്ടാകും. അള്ളാഹു അത് ഇവിടെ ഉണ്ടാക്കി തരുന്ന ഒരു എവിഡന്റ്, ഒരു സോളിഡ് എവിഡന്റ് ആണ്. ഈ ഭൂമിയുടെ ഒരു പോയറ്റിക് ജസ്റ്റിസ് ആണ്. ഇവിടെ താഴ്മ കാണിച്ചവർക്ക് ഇവിടെ റെസ്പെക്ട് കിട്ടും. അത് സൃഷ്ടികൾ കൊടുക്കും, അത് മലക്കുകൾ കൊടുക്കും, അങ്ങനെ അള്ളാഹു കൊടുക്കും. ഇങ്ങനെയാണ് അതിന്റെ
ലെവല് കിടക്കണത്. അപ്പോ ഈ ലോകത്ത് ഉന്നത സ്ഥാനത്ത് എത്തിയ ആൾക്കാരൊന്നും ഔന്നത്യം കൈവരിച്ചിട്ടില്ല ഇല്ലാ ബിൽ ഹുറുമ, റെസ്പെക്ട് കൊണ്ടല്ലാതെ. ഇടിഞ്ഞു പൊളിഞ്ഞു വീണവർ എല്ലാം നഷ്ടപ്പെട്ട് അതപ്പതിച്ച ആളുകളൊന്നും അതപ്പതിച്ചു പോയിട്ടില്ല. ഇല്ലാ ബിത്തർക്കിൽ ഹുറുമ, ആദരവിനെ ഉപേക്ഷിക്കൽ കൊണ്ടല്ലാതെ. റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നാലെ നടന്നിട്ട് റസൂലുള്ളാഹിക്ക് എവിടെയാണ് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുക എന്ന് നോക്കി നടന്ന് ആ സ്പോട്ട് കണ്ടെത്തിയിട്ട് ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ് റബീഅത്തുൽ അസ്ലമി. സ്വഹാബത്ത് മുഴുവൻ അങ്ങനെ മത്സരിച്ച ആൾക്കാരാണ്. അങ്ങനെ റബീഅ ഒരു ദിവസം പരിശുദ്ധ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ വാഷ്റൂമിലേക്ക് പോയപ്പോ റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പുറത്ത് പരിശുദ്ധ നായകനെ വെയിറ്റ് ചെയ്യുകയാണ്. നബിതങ്ങൾ എവിടെ പോയതാണ്? പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ ബാത്റൂമിലേക്ക് പോയതാണ്. ഇനി റസൂലുള്ളാഹിന്റെ ശൈലി എന്തായിരിക്കും? ബാത്റൂമിൽ നിന്ന് വന്നാൽ നബിതങ്ങൾ ദായിമുൽ വുദൂ ആണ്, ഏത് നേരം വുദൂ നിർബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് ബാത്റൂമിൽ പോയി വന്നാൽ പിന്നെ നബിതങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യം അംഗസ്നാനമാണ് എന്ന് കാലേ കൂട്ടി കണ്ടറിഞ്ഞ റബീഅത്തുൽ അസ്ലമി തങ്ങള് നബിതങ്ങൾ വാഷ്റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോഴേക്ക് ഒരു മൺകൂജയിൽ വുളു എടുക്കാനുള്ള വെള്ളമൊക്കെ ശേഖരിച്ചിട്ട് നബിതങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ അത് നബിതങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം അത് കണ്ടറിഞ്ഞ് ചെയ്തതാണല്ലോ എന്റെ റബീഅ. അപ്പൊ റബീഅയോട് ആ സന്തോഷത്താൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു റിവാർഡ്, അദ്ദേഹത്തിനുള്ളൊരു പ്രതിഫലം കൊടുക്കുകയാണ്. എന്താ പ്രതിഫലം അറിയോ? ഞാൻ നിനക്ക് ഒരു കാര്യം ചോദിക്കാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താ? നബിതങ്ങൾ ആ സന്തോഷത്തിൽ പറഞ്ഞു, റബീഅ നീ ഈ ഹെൽപ്പ് ചെയ്തു എന്ന സന്തോഷത്തിൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാണ്. നിന്റെ ആവശ്യം നീ പറഞ്ഞോ, നിന്റെ ആവശ്യം നീ പറഞ്ഞോ. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു മനുഷ്യന്റെ മുമ്പിൽ അങ്ങനത്തെ ഒരു സാധനമാണ് കിട്ടിയാൽ നമ്മൾ എന്തൊക്കെ പറയും? ചിലര് പറയും കടം വീടണം, ചിലരോട് പറയും ശരീരത്തിന്റെ രോഗം മാറണം, ചിലര് പറയും വീടില്ല വീടാവണം. ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങളുടെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു ഘോഷയാത്ര ഉണ്ടല്ലോ നമുക്ക്. റബീഅത്തുൽ അസ്ലമി കൂർമ്മ ബുദ്ധിയുള്ള മനുഷ്യനായതുകൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞ വർത്താനം എന്താ അറിയോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ എനിക്ക് സ്വർഗത്തിൽ നിങ്ങളെ കൂടെ സീറ്റ് കിട്ടണം. വല്ലാത്ത മറുപടി ആയിപ്പോയി. കാരണം സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ മേലെ തല ചോദ്യമാണ്. ഈ സ്വഹാബിയുടെ ചോദ്യം എന്താണ്? സ്വർഗത്തിൽ നിങ്ങളൊപ്പം കിട്ടണം. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ സ്വർഗം ഏതായാലും കിട്ടിയല്ലോ. അസ്അലുക മുറാഫഖത ഫിൽ ജന്ന യാ റസൂലല്ലാഹ്, അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ സീറ്റ് കിട്ടണം, ഇതാണ് എന്റെ പൂതി. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ റബീഅത്തുൽ അസ്ലമി തങ്ങളോട് പറയാണ്, യാ റബീഅ നിന്റെ ആഗ്രഹം സഫലീകരിച്ചു തരാൻ ഞാൻ സന്നദ്ധനാണ്. എന്നാൽ ഒരു കാര്യം നീ ചെയ്യണം. അഇന്നി ഫീ സ്വലാതിക ബികസ്റത്തി സുജൂദ്, നിന്റെ എല്ലാ നിസ്കാരങ്ങളിലും ഇനി മുതൽ സുജൂദിന് ദൈർഘ്യം കൂട്ടിയിട്ട് നിന്റെ ഈ ആവശ്യം നിറവേറ്റി തരാൻ എന്നെ നീ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ എത്ര മാത്രം സുജൂദ് ചെയ്യേണ്ടോ അത്രയും നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കും. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നമുക്ക് കിട്ടുകയും ചെയ്യും. നബിതങ്ങൾ പറഞ്ഞു, സ്വർഗത്തില് ഒരു റൂമുണ്ട്. ആ റൂമിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറയുന്നത് ഇന്ന ഫിൽ ജന്നതി ഖുറഫ, സ്വർഗ്ഗത്തിന്റെ അരമനയുടെ ഉള്ളിൽ ഒരു റൂമുണ്ട്. ആ റൂമിന്റെ പ്രത്യേകത എന്താണ്? യുറാ ബാത്തിനുഹാ മിൻ ളാഹിരിഹാ വളാഹിറുഹാ മിൻ ബാത്തിനിഹാ. പുറത്തുനിന്ന് നോക്കിയാൽ അകംഭാഗം കാണാം, അകത്തുനിന്ന് നോക്കിയാൽ പുറം ഭാഗവും കാണാം. അവിടെ പിന്നെ കാണാൻ പറ്റാത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അത് സ്വർഗ്ഗായത്. അപ്പൊ പുറത്തുനിന്ന് നോക്കിയാൽ അകവും കാണാം, അകത്തുനിന്ന് നോക്കിയാൽ പുറവും കാണാം. അതാണല്ലോ ട്രാൻസ്പെറന്റ്. ഈ അടുത്ത് വാട്സപ്പിൽ ഒരു സുഹൃത്ത് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. ഒരു ഫിഷ്, ഒരു ട്രാൻസ്പെറന്റ് ഫിഷ് അല്ലേ, ഒരു വെള്ളത്തിന്റെ നിറമുള്ള ഒരു ഗ്ലാസ് മെയ്ഡഡ് മത്സ്യം പോലെ ഒരു യഥാർത്ഥ ജീവൻ തുടിക്കുന്ന മീന്. അതിനെ കടലിൽ നിന്ന് ഇങ്ങോട്ട് പൊക്കുന്നു. ആ മീനിനെ കയ്യിൽ വെച്ചപ്പോൾ അയാളുടെ കയ്യിലെ എഴുത്തുകളൊക്കെ മീനിന്റെ മുകൾ ഭാഗത്ത് കൂടെ കാണാം. ഒരു ഗ്ലാസ് ആ മീൻ എങ്ങനെ പിടിച്ചാല് അപ്പുറത്ത് കൂടെ മുന്നിലിരിക്കുന്ന ആളെയൊക്കെ കാണാം. അപ്പൊ ഈ മീനിന്റെ ബോൺസ് എവിടെയാണ്? അസ്ഥി എവിടെയാണ്? ഈ മീനിന്റെ ബ്ലഡ് എവിടെയാണ്? ഈ മീനിന്റെ ലിവർ എവിടെയാണ്? ഈ മത്സ്യത്തിന്റെ ഹേർട്ട് എവിടെയാണ്? ഇതിന്റെ ബ്രെയിൻ എവിടെയാണ്? അല്ലാഹുവാകുന്ന അജായിബുകളുടെ സൃഷ്ടാവിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ.
കൽബിങ്ങനെ റെഡിയായി നമ്മൾ അവന്റെ അടിമയായിട്ട് ഒതുങ്ങിക്കൂടും. മാതാവും പിതാവും തമ്മിൽ ശാരീരിക സംസർഗത്തിൽ ഏർപ്പെടുമ്പോ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് സ്പേം, ഇന്ദ്രിയത്തിൽ നിന്ന് ശുക്ലത്തിൽ നിന്ന് ഒരൊറ്റ ഇന്ദ്രിയത്തുള്ളിയിൽ ലക്ഷോപലക്ഷം കോശങ്ങളുണ്ട്. അതിലൊരു കോശം മാത്രമാണ് സഹധർമ്മിണിയുടെ അണ്ഡത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒരൊറ്റ ഇന്ദ്രിയത്തുള്ളിയിൽ ലക്ഷോപലക്ഷം കോശങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് സന്താനങ്ങളെ നിർമ്മിക്കാൻ ഒരു തുള്ളിക്ക് കഴിയും. അതിൽ ആ ലക്ഷങ്ങളിൽ ഒരു കോശം മാത്രം, ഒരു മൈന്യൂട്ട് സാധനം മാത്രമാണ് യൂട്രസിലേക്ക് പ്രവേശിച്ചത്. ആ എൻട്രി കിട്ടിയ സാധനം പിന്നെ വളർന്ന് വലുതായി അലക്കത്തും മുഖത്തും ഒക്കെ ആയി വരുമ്പോ ആ ചെറിയ മൈന്യൂട്ട് കോശത്തിൽ നിന്ന് ജനിച്ച നമ്മളുടെ ബോഡിയിൽ ആ ഒരൊറ്റ കോശം കൊണ്ട് അല്ലാഹു തആല ഒരു ഹൃദയം ഉണ്ടാക്കി, ഒരു ലിവർ ഉണ്ടാക്കി, ഒരു ബ്രെയിൻ ഉണ്ടാക്കി, ബ്ലഡ് ഉണ്ടാക്കി, ന്യൂറോസിസ്റ്റ് ഉണ്ടാക്കി. ഇപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മുടെ ശരീരത്തിൽ ഒരു ഇരുമ്പിന്റെ ആണി നിർമ്മിക്കാൻ ആവശ്യമായ ലോഹം അയൺ ഉണ്ടത്രേ. നമ്മളെ ശരീരത്തിൽ 2500 തീപ്പെട്ടി കൊള്ളിക്ക് കത്താൻ ആവശ്യമായ വാതകമാകുന്ന ഫോസ്ഫറസ് ഉണ്ടത്രേ. നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ 9000 പെൻസിൽ നിർമ്മിക്കാനുള്ള കാർബൺ ഉണ്ടത്രേ. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ 10 ഗാലൻ വെള്ളമുണ്ടത്രേ. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു കോഴിക്കോടിന് വെള്ള പൂശാൻ ആവശ്യമായ ചുണ്ണാമ്പ് ഉണ്ടത്രേ. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അല്പം സൾഫർ, അല്പം മാഗ്നീഷ്യം, ഇതെല്ലാം ഒരുമിച്ച് കൂടി എലിമെന്റ് ഓഫ് സയൻസ് ആയി നമ്മൾ മാറിയിട്ടുണ്ട്. ലക്ഷോപലക്ഷം കോശങ്ങളിൽ നിന്ന് ഒരൊറ്റ കോശം. അപ്പൊ ആ മത്സ്യത്തെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു, ഒരു ട്രാൻസ്പെറന്റ് ആയ മത്സ്യം. ഇപ്പുറത്തു കൂടെ നോക്കിയാൽ അപ്പുറം കാണുന്നു. ആ മത്സ്യത്തിനുണ്ടല്ലോ രക്തം, അതിനുണ്ടല്ലോ ഞെണു, അതിനുണ്ടല്ലോ അസ്ഥി, അതിനുണ്ടല്ലോ ജീവൻ. അല്ലാഹുവേ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, നീ ഇതൊന്നും വെറുതെ പഠിച്ചതല്ല തമ്പുരാനെ. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇതൊന്നും ചിന്തിക്കാതെ ഞങ്ങൾ ഇങ്ങനെ ഭൂമിക്ക് ഭാരമായി ജീവിച്ചുപോയി നരകത്തിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുകയാണ് തമ്പുരാനെ. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യണം. എന്നിട്ട് നബിതങ്ങൾ പറയാൻ, സ്വർഗത്തിൽ ഒരു റൂമുണ്ട്. ആ റൂം ട്രാൻസ്പെറന്റ് റൂമാണ്. ഉള്ളിൽ നിന്ന് പുറം കാണും, പുറത്ത് നിന്ന് അകം കാണും. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബ ചോദിക്കുകയാണ്, ലിമൻ യാ റസൂലല്ലാഹ്, ആ റൂം ആർക്കുള്ളതാണ് റസൂലേ? അത് VIP കാറ്റഗറിയിൽ പെട്ടതാണോ? അകത്ത് നിന്ന് പുറം കാണുന്ന, പുറത്ത് നിന്ന് അകം കാണുന്ന ഈ ട്രാൻസ്പെറന്റ് സ്യൂട്ട് റൂമുകൾ ആർക്കുള്ളതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലിമൻ തയ്യബൽ കലാം വഅത്അമത് തആം വഅദാമസ് സിയാം വനാമ സ്വല്ലാ ബില്ലൈലി വന്നാസു നിയാം. 4 കൂട്ടർക്കുള്ളതാണ്. ഒന്നാമൻ ആരാണ് ആ സ്വർഗത്തേക്ക് കിടക്കണേ? ലിമൻ തയ്യബൽ കലാം, നല്ല സംസാരം. ദുനിയാവിൽ ജീവിച്ച കാലത്തോളം ആരെയും വെറുപ്പിക്കാത്ത സ്റ്റേറ്റ്മെന്റ്. അയലകത്ത് പോയിട്ടൊരു വർത്താനം പറയുന്നുണ്ടെങ്കിൽ, മോളെ നിന്റെ രോഗാവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്, വീട്ടിൽ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ, ഉച്ചക്ക് കറി വെച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഫാത്തുമാത്താന്റെ വീട്ടിലുണ്ട്, ഇങ്ങോട്ട് വന്നാ മതി. എവിടെ വർത്താനം പറയുകയാണെങ്കിലും അത് ഹാപ്പിനെസ്, മേക്ക് അതേഴ്സ് ഹാപ്പി, വേറുള്ളവരെ ഹാപ്പി ആക്കുക നമ്മൾ. അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഓർത്തുകൊണ്ടാണ് സങ്കടം പറയുമ്പോ സാരല്ല, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകും, ഒക്കെ ശരിയാവും. ഇങ്ങനെ നല്ല വർത്തമാനം പറയുക. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ശീലമുള്ളവരാണ്. ഓരോന്നും മണിക്കൂറുകളോളം വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഓടിച്ചു പോകാൻ. അദാമസ്യാമ എന്ന് പറഞ്ഞാൽ ഫർളായ നോമ്പല്ല നബിതങ്ങൾ ഈ പറഞ്ഞത്. സുന്നത്ത് നോമ്പുകളെയൊക്കെ കണിശമായി എടുക്കുന്ന ആൾക്കാർ, മുഹറം 10ന്റെ നോമ്പുണ്ടല്ലോ, അർഫന്റെ നോമ്പുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സുന്നത്ത് നോമ്പുകളെ കണ്ടെത്തി പിടിച്ചിട്ട് അതിനെ നോൽക്കുന്ന ആൾക്കാർ, ഭൂരിപക്ഷം ജനങ്ങളും രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ എണീറ്റ് നിന്നിട്ട് റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്ന, ഖിയാമുൽ ലൈൽ
നിസ്കരിക്കുന്ന ആൾക്കാരാണ്. ഇവരാണ് ഈ ട്രാൻസ്പെറന്റ് സ്യൂട്ട് റൂമുകളിൽ ഉണ്ടാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊന്നും അല്ലല്ലോ. ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, അന്നത്തെ രാജ്യം ഭരിച്ച രാജാവ് പല്ലക്കിലേറി മഞ്ചലിലേറിയിട്ട് ഇങ്ങനെ പോകുമ്പോ എല്ലാരും എണീറ്റുന്നു. അങ്ങാടി കൂടെ രാജാവിനെ തന്റെ ഭൃത്യന്മാര് കൊണ്ടുപോവാൻ. ഹസനുൽ ബസരി മാത്രം എണീറ്റ് നിന്നില്ല. ഹസനുൽ ബസരി പീഡിയക്കൊലയിൽ ഇരുന്നു. ജനങ്ങൾ മുഴുവൻ എണീറ്റുന്നു. അപ്പൊ രാജാവ് മണിമഞ്ചലിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോ എല്ലാവരും ഭക്ത്യാദര പുരസരം കൈകൂപ്പി എണീറ്റ് നിന്നിട്ടുണ്ട്. എന്താ, ഇവൻ എന്നെ കണ്ടിട്ടില്ലേ? ഇവൻ എന്നെ നെഗ്ലക്ട് ചെയ്യാണല്ലോ, ആളെന്നെ ഇൻസൾട്ട് ചെയ്യാണല്ലോ, ആളെന്നെ ഇഗ്നോർ ചെയ്യാണല്ലോ. അപ്പൊ രാജാവ് ഇറങ്ങി, മണിമഞ്ചലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഹസനുൽ ബസരിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നു. അല്ല, ഈ കണ്ടു കാണപ്പെട്ട ആൾക്കാർ മുഴുവൻ രാജാവായ എന്നെ കണ്ടപ്പോ എണീറ്റ് നിന്ന് ആദരം പ്രകടിപ്പിച്ചത് നീ കണ്ടില്ലേ? ഞാൻ ആരാണ് എന്ന് നിനക്കറിയൂലേ? ഓ സഹോദര, ഞാൻ ഈ നാട്ടിലെ രാജാവാണെന്ന വിവരം നിനക്കറിയൂലേ? അല്ലെങ്കിൽ നീ പറഞ്ഞുതാ ഞാൻ ആരാണ് എന്ന് പറഞ്ഞുതാ സഹോദര. ആരോടാ പറയുന്നത്? രാജാവിനെ പരിഗണിക്കാതെ കടത്തെണ്ണയിൽ തന്നെ ചമ്രം പടിഞ്ഞിരുന്ന ഹസനുൽ ബസരി തങ്ങളോട് രാജാവ് ധിക്കാരത്തോടു കൂടെ ചോദിക്കുകയാണ്. രാജാവിനോട് ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഹസനുൽ ബസരിയോട് രാജാവ് ചോദിച്ചു, ഞാൻ ആരാണ് എന്ന് പറ, നിനക്ക് എന്നെ അറിയോ ഞാൻ നോക്കട്ടെ. അപ്പൊ പറഞ്ഞു, നിങ്ങളെ എനിക്കറിയാം. നിങ്ങളെ തുടക്കം മ്ലേച്ഛമായൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നല്ലേ? നിങ്ങളുടെ അന്ത്യം ദുർഗന്ധം വമിക്കുന്ന ഒരു ശവമല്ലേ? ആ രണ്ട് അവസ്ഥകൾക്കും ഇടയിലുള്ള ഈ ദുനിയാവിൽ നിങ്ങളിങ്ങനെ മാലിന്യം ചുമന്ന് നടക്കുന്ന ഒരു പെട്ടിയല്ലേ? പൊട്ടാനീ മുണ്ടുള്ളി പിഞ്ചോരക്കട്ട. അത് പാടിപ്പോയ ഒരു മനുഷ്യരുണ്ട് ഈ മലയാളത്തിൽ, താഴ്വസ്ഥ. ആ വർത്താനാണ് പറഞ്ഞു മൊത്തോക്കി. ഞാൻ ആരാണ് എന്ന് നിനക്കറിയില്ലേ? എന്താ അവിടെ ഇരിക്കണെന്ന് ചോദിച്ചപ്പോ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം. നിങ്ങളെ തുടക്കം ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നല്ലേ? നിങ്ങളുടെ ഒടുക്കം ഒരു ദുർഗന്ധം വമിക്കുന്ന ശവമല്ലേ? ഈ രണ്ടവസ്ഥകൾക്കും ഇടയിൽ നിങ്ങൾ മാലിന്യം ചുമക്കുന്നൊരു പെട്ടിയല്ലേ? നമ്മളെ അവസ്ഥ ആലോചിച്ചു. നമ്മളെ വയറിന്റെ ഉള്ളിൽ ഈ മാലിന്യം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് മാത്രല്ലേ നമ്മൾ എണീറ്റ് നടക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു ദിവസം അവന്റെ ദഹന വ്യവസ്ഥ തകരാറിലായിട്ട്, അവന്റെ ഡൈജഷൻ ഫംഗ്ഷൻ ഡിസോർഡർ ആയിട്ട് ഒരു 6 വട്ടം ലൂസ് എൻട്രി മോഷൻ സംഭവിക്കുകയാണെങ്കിൽ അവന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ട്രിപ്പ് ഇടാൻ. എന്റെ അതിസാരം ഉള്ള മാലിന്യങ്ങളൊക്കെ പുറത്തുപോയി. അപ്പൊ ബാലൻസിൽ എണീറ്റിക്കാൻ കഴിയണില്ല, അതിനുള്ള ത്വാക്കത്ത് കിട്ടണില്ല. അപ്പൊ നമുക്ക് ഒന്ന് എണീറ്റ് നിന്ന് നടന്നു പോവാനുള്ള ശക്തി തരുന്ന സാധനം പോലും വയറിന്റെ അകത്തുള്ള നമ്മുടെ ഭക്ഷണത്തിന്റെ ബച്ചാക്കുച്ച. ഹം ജോ ഖായാ ഹൈ ഉസ്കെ ബച്ചാക്കുച്ച ഹൈ. അള്ളാഹു നമ്മളെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അതിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇതിങ്ങോട്ട് കേട്ടപ്പോ ഈ രാജാവ് എണീറ്റ് വന്നിട്ട് പറഞ്ഞു അത്രേ, എടാ ചെറുപ്പക്കാരാ, ജിന്റെ തലയിലെ മുഴുവൻ രോമങ്ങളെയും എണീപ്പിച്ചു നിർത്തിയല്ലോടാ. പിന്നെ രാജാവ് പറഞ്ഞു പ്രജകളോട്, മഞ്ചൽ വീട്ടിൽ കൊണ്ടുപോയി വെക്കുക, ഞാൻ നടന്നു പോവാം. ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു മനുഷ്യനെ മാറ്റി. ആ രാജാവ് പറഞ്ഞ വാക്ക്, നിങ്ങളുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു മറുപടി എന്റെ തലയിലെ മുടികളെ മുഴുവൻ ഇങ്ങനെ എണീപ്പിച്ചു നിർത്തിയിരിക്കുന്ന മറുപടിയാണ്. അതുകൊണ്ട് ഞാൻ ഇനി മാറുകയാണ്. അറഫാ മരുഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂൽ അവസാനം നടത്തിയ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞുപോയി, കുല്ലുക്കും മിൻ ആദം, ലക്ഷോപലക്ഷം ജനങ്ങളെ, ഈ മണലാരണ്യത്തിൽ മുഹമ്മദിനെ കേൾക്കുന്ന ജനങ്ങളെ, നിങ്ങളെല്ലാം ആണ്. ആദമു മിൻ തുറാബ്, ആദമാണെങ്കിലോ മണ്ണിന്റെ മകനാണ്.
നമുക്ക് അള്ളാഹു ബോധം തരാണ്. ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല പടച്ചിട്ട് മണ്ണ്, ഭൂമിയിൽ നിന്ന് മണ്ണ് ശേഖരിച്ചു കൊണ്ടുവന്ന് സ്വർഗത്തിൽ അള്ളാഹു തആല മണ്ണിലേക്ക് വെള്ളം ഒഴിച്ച് ആദം നബിയുടെ രൂപത്തിലാക്കിയിട്ട് റൂഹ് കൊടുക്കാതെ 40 ദിവസം കിടത്തിയിട്ടുണ്ട്. അത് വലിയൊരു പാഠത്തിനാണ്. അതുകൊണ്ട് ഈ മണ്ണ് ആദ്യം പറയുന്നുണ്ട് മിൻ തുറാബ്, നിന്നെ പഠിച്ചത് മണ്ണിൽ നിന്നാണ്. പിന്നെ ആ തുറാബ് കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല പിന്നെ ത്വീൻ എന്ന് പറഞ്ഞു. ത്വീൻ എന്ന് പറഞ്ഞാല് പൊടിമണ്ണല്ല, ചളിമണ്ണ. ചളിമണ്ണ് എന്ന് പറഞ്ഞാല് സാധാ മിട്ടിയിലേക്ക് പനി വെള്ളം ഒഴിക്കുമ്പോഴാണ് അത് ത്വീൻ, അത് ചളിമണ്ണാകുന്നത്. പിന്നെ പറഞ്ഞു ഇനി ക്ലേ ആണ്, ചളിമണ്ണാണ്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണൊക്കെ ഇങ്ങനെ ഉണങ്ങി, ചളിമണ്ണും ഉണങ്ങിയാല് പിന്നെ മുട്ടിയാൽ മിൻ സ്വൽസാലിൻ കൽ ഫഖാർ, വിരല് കൊണ്ടിങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ ശബ്ദമുണ്ടാകുന്ന മണ്ണാക്കി നിന്നെ മാറ്റി. 3 അവസ്ഥയിലാണ് നമ്മുടെ വല്യാപ്പ ഉണ്ടായത്. ആദ്യം പച്ച മണ്ണായി കിടന്നു, ആ മണ്ണുക്ക് പിന്നെ അല്ലാഹു തആല വെള്ളമൊഴിച്ചു. അതുകൊണ്ടാണ് ഖുർആനിൽ 3 പ്രയോഗമുണ്ട്. മിൻ തുറാബ്, നീ മണ്ണിൽ നിന്നാണ്. പിന്നെ ഖുർആൻ പറഞ്ഞത് മിൻ ത്വീൻ, നീ ക്ലേയിൽ നിന്നാണ്. പിന്നെ പറഞ്ഞത് മിൻ സ്വൽസാലിൻ കൽ ഫഖാർ, ഇങ്ങനെ മുട്ടുമ്പോ ശബ്ദമുണ്ടാകുന്ന മണ്ണ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഖബറിൽ പോയി കിടന്നുണ്ടാകുന്നത്. എന്ത്? ആദ്യം നമ്മൾ മുട്ടുമ്പോ ശബ്ദം ഉണ്ടാക്കുന്ന നല്ല പരുപരുത്ത ശരീരത്തിന്റെ ഉടമയായിട്ടാണ് ഖബറിൽ പോയി കിടക്കുന്നത്. റിവേഴ്സ്, നേരെ റിവേഴ്സ്, ഇസ്ക ഉൾട്ടാ ഹോത്താ ഹൈ. പിന്നെ ഖബറിൽ പോയാൽ പിന്നെ രണ്ടാമത്തെ അവസ്ഥ മണ്ണിലേക്ക് വെള്ളം ഒഴിച്ചാൽ ചളിയാവും. പിന്നെ നമ്മുടെ ശരീരം ഇങ്ങനെ ഇഴുകി അതിങ്ങനെ മാലിന്യ കൂമ്പാരമായി അതിങ്ങനെ ദുർഗന്ധം വമിച്ച് അതിങ്ങനെ പശിമയുള്ളതായി പുഴുവരിച്ച് അത് കളിമണ്ണ് പോലെയാകും. പിന്നെ 3ാമത്തെ അവസ്ഥ കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സാധാരണ മണ്ണ് പോലെയാകും. അപ്പം ആദ്യം പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ മടങ്ങാനുള്ള ഒരു സാധനം. ഇതും അല്ലാഹു നൽകുന്ന ഒരു സൃഷ്ടി വൈഭവത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. 4 രീതിയിലാണല്ലോ അല്ലാഹു തആല സൃഷ്ടികൾ അവിടെ പഠിച്ചത്. ബാപ്പിയും ഉമ്മയില്ലാത്ത നമ്മുടെ വല്യപ്പാനെ പഠിച്ചു, അത് മണ്ണെന്നായിരുന്നു. നമ്മുടെ വല്യപ്പുണ്ടായപ്പോ വല്യപ്പാനെ ഉറക്കി കിടത്തിയിട്ട് ഇടതു ഭാഗത്തെ മുകളിലെ വളഞ്ഞു കിടക്കുന്ന വാരിയെല്ലിനെ വലിച്ചൂരിയിട്ട് ആ എല്ലും വന്ന് നമ്മുടെ വല്യമ്മാനുണ്ടാക്കി. 3ാമത്തെ സൃഷ്ടി വൈഭവം പിതാവില്ലാതെ വെറും മാതാവിലൂടെ റൂഹുള്ളയെ ഉണ്ടാക്കി. അതാണ് റൂഹുല്ലാഹി മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. 4ാമത്തത് ഇരിക്കുന്ന നമ്മളാണ്. ഉമ്മയും ബാപ്പയും ഉണ്ടായിരിക്കെ അവരോട് കൂടെ ഉണ്ടായ ആൾക്കാർ, അവർ കാരണം ഉണ്ടായ ആൾക്കാർ. ഇതൊക്കെ അള്ളാഹു മനുഷ്യന് നൽകുന്ന പാഠമാണ് എന്നർത്ഥം. അള്ളാഹു നല്ല ബോധം നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇടക്കിടക്ക് ഞാൻ ആരാണ് അല്ലേ, ആ ഒരു ചോദ്യം നമ്മിലേക്ക് ഇങ്ങനെ വരണം, നമ്മിലേക്ക് വരണം. അങ്ങനെ സ്വയം നമുക്ക് മാറാൻ സാധ്യമായാൽ ഖൽബ് സ്വാഫായി, ഖൽബ് സലീമായി. അപ്പൊ നല്ല സലീമായ ഹൃദയത്തോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുന്ന നല്ല അടിമയായി മാറാൻ നമുക്കൊക്കെ സാധ്യമാകും. ഇടക്ക് ഒരു ബൂസ്റ്റർ ഡോസാണ്. കോവിഡ് വന്നപ്പോൾ കുറെ ബൂസ്റ്റർ ഡോസ് ഒക്കെ ശരീരത്തേക്ക് കയറിയല്ലോ. ഇതുപോലെയാണ് എൽമിന്റെ മജ്ലിസിൽ വന്ന് നമ്മൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇങ്ങനെ ചെവിൻ തുറന്നിരിക്കുന്നത്. മീസാൻ എന്ന തുലാസിൽ ഭയങ്കര കനം കൊടുക്കുന്ന സാധനമാണെന്ന് മാത്രമല്ല, നന്നാവാൻ അള്ളാഹു തൗഫീഖ് കൊടുത്ത കുറച്ച് ആൾക്കാരുടെ കൽബിൽ ഇതുണ്ടാക്കുന്ന ഒരു ചലനമുണ്ട്. അതവർക്ക് ആഖിറത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കലാണ്, സ്വർഗത്തിലേക്കുള്ള വഴി. നമ്മുടെ ഇരുത്തമൊക്കെ അള്ളാഹു അത്തരത്തിലുള്ള ഒരു ഇരുത്തമാക്കി കബൂലാക്കട്ടെ. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് മരിച്ചുപോയ ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കാൻ പ്രിയപ്പെട്ട അഷ്റഫ് സാഹിബിന്റെ പിതാവ് പാലത്തായി മൊയ്തു ഹാജിയെ ചരിത്രത്തിന് വിസ്മരിക്കാൻ കഴിയില്ല. അത്രമേൽ ഓടി നടന്ന ഉലമാ ഉമറ ബന്ധത്തിന്റെ ഒരു കണ്ണിയായിരുന്നു. മജ്ലിസുന്നൂറിൽ നമ്മൾ ഓർക്കുമ്പോ ഈ മജ്ലിസുന്നൂറിന് ബീജാവാപ്പം നൽകിയ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉപ്പാപ്പാനെ മറക്കാൻ കഴിയൂല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മറക്കാൻ കഴിയൂല. കൊടപ്പനക്കൽ തറവാട്ടിലെ തങ്ങന്മാരെ നമുക്ക് മറക്കാൻ കഴിയൂല. സയ്യിദുൽ ഉലമ നാളെ കടന്നു വരികയാണ്. സമസ്തയുടെ പ്രസിഡന്റായ ആദരണീയനായ ഒരു സയ്യിദ് നമ്മുടെ സദസ്സിലേക്ക് കയറി വരികയാണ്. അങ്ങനെ മഹാനേതൃത്വങ്ങളിലൂടെ നമ്മൾ സൗഭാഗ്യ സിദ്ധിയുടെ ആളുകളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മജ്ലിസുന്നൂർ ചൊല്ലുമ്പോൾ ഹൈദർ അലി തങ്ങൾ ഉപ്പാപ്പാന്റെ മുഖം നിങ്ങളിൽ തെളിയണം.
കാരണം ഒരു മനുഷ്യൻ എന്തൊരു വലിയ സുഹൃത ചെയ്തത്. ഇതൊക്കെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ അധരങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ട് പണക്കാട്ടെ ആ മനോഹരമായ തറവാട് പള്ളിയുടെ മുറ്റത്ത് പൂക്കോയ തങ്ങൾ പാപ്പാന്റെ അടുത്ത്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടുത്ത്, ഉമർ അലി തങ്ങൾ പാപ്പാന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ആറ്റപ്പൂ പോയി കിടന്നു, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പോയി കിടന്നു. പക്ഷേ മജ്‌ലിസുന്നൂറിന്റെ സദസ്സുകൾ ആറ്റാക്കാനെ മറക്കൂല. അതാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ തന്ന സുഹൃതം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. പ്രിയപ്പെട്ട മുട്ടമ്മൽ യൂസുഫ് ഹാജി സാഹിബ് എനിക്ക് വളരെ വ്യക്തിബന്ധവും പരിചയമുള്ള മനുഷ്യനാണ്. ഈ മഹല്ലത്തിലെ എന്റെ സുഹൃത്ത് അഷ്റഫ് സാഹിബിന്റെ പിതാവ്. ഞാൻ മണ്ണാർക്കാട് ഇതുപോലൊരു വേദിയിൽ, ഒരു നാഷണൽ ഹൈവേയുടെ ഓരത്തുള്ള ഒരു വേദിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് അഷ്റഫ് കയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ബാപ്പാന്റെ കൂടെ കാറില് അവർ പാലക്കാട്ടേക്ക് പിന്നെ അവരുടെ വാസസ്ഥലത്തേക്ക് പോകുന്നതിന്റെ ഇടയിൽ വേദിയിൽ കണ്ടു. അപ്പൊ തന്നെ അഷ്റഫ് ഖാന്റെ പിതാവ് യൂസുഫ് ഹാജി പറഞ്ഞു, നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ഉസ്താദിനൊന്ന് കണ്ട് സംസാരിച്ചു പോകാം. അപ്പൊ അയാൾ തീരണവരെ ആ മജ്‌ലിസിൽ വന്നിരുന്ന് അന്ന് ഓൺ ദി വേ കണ്ട ഒരു കാഴ്ചയുടെ പുറത്ത് ഇരുന്നിട്ട് ആ മനുഷ്യൻ മുലാഖാത്താക്കി സലാം പറഞ്ഞിട്ടാണ്ട് പോയതാണ്. പിന്നെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. അല്ലാഹുവേ, നീ ആഖിറം വെളിച്ചാക്കി കൊടുക്കണേ റബ്ബേ, നീ ഖബർ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇന്നും പലപ്പോഴും പാലക്കാട് പോകുമ്പോൾ അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ എത്ര ആൾക്കാർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട് തന്നെ വലിയൊരു ബന്ധം നമുക്ക് അങ്ങനെ പല വ്യക്തിത്വങ്ങളിലൂടെ സ്ഥാപിച്ചു തന്നിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മളെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പാരന്റിങ് ഒരു സെപ്പറേറ്റ് ഇൻഡോർ സദസ്സിൽ വെച്ചിട്ട് തന്നെ നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സെഷനാണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ. പല നാടുകളിലും ഈ ഒരു അഡിക്ഷൻ, ടെക് അഡിക്ഷൻ നമ്മളെ കുട്ടികൾക്ക് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ അടുത്ത് കണ്ടില്ലേ നിങ്ങൾ, കണ്ണൂർ സ്വദേശിയായ ഒരു തൊപ്പി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്റെ പിറകെ എത്ര കുട്ടികളാണ് നമ്മളെ നാട്ടിൽ. വളാഞ്ചേരിയിൽ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വന്നപ്പോ ആ നാഷണൽ ഹൈവേ മുഴുവൻ, വാഹനങ്ങൾ മുഴുവൻ സ്തബ്ധം നിന്നു, ചലിക്കാൻ പോലും കഴിയാതെ വന്നു. 7.5 ലക്ഷം കുട്ടികളാണ് ഇവനെ ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഫോളോ ചെയ്യുന്നത്. ഇവന്റെ യൂട്യൂബിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് ഞാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല. ഇത്രമേൽ വൃത്തികെട്ടൊരു സംസ്കാരം ആഭിജാത്യ ബോധമുള്ള മലയാളികളുടെ മക്കളുടെ കൽബിലേക്ക് അനായാസിട്ട് കൊടുക്കാൻ അവന്റെ വീട്ടിന്റെ ഒരു സ്റ്റുഡിയോ റൂമിൽ ഇരുന്നിട്ട് അവന് കഴിഞ്ഞു. അത്രയും വഷളായിട്ടുണ്ട് നമ്മുടെ സംസ്കാരം. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, നേരം വെളുത്ത് ഇറങ്ങുന്നത് മുഅ്മിനായിട്ടാണ്, പക്ഷെ വൈകി തിരിച്ചു കയറുന്നത് കാഫിറായിട്ടാണ്. ഈ ഒരു അവസ്ഥ എന്റെ ഉമ്മത്തിന് വരാതെ ഖിയാമത്ത് നാൾ നടക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞതിന്റെ അടയാളങ്ങൾ പല രീതിയിലായിരിക്കാം നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് എന്റെ ഉമ്മമാരോടൊരു കാര്യം ഞാൻ വളരെ അർത്ഥശങ്കക്കിടയില്ലാതെ കണിശമായി ഓർമ്മപ്പെടുത്തുകയാണ്. തമാശക്ക് വേണ്ടി പോലും നിങ്ങൾ മക്കളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കരുത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഖൽബ് മാറ്റും, കൽബ് മാറ്റും. കാരണം ഇതിനകത്തെല്ലുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു ഗെയിം കളിച്ചിട്ടാണെങ്കിൽ പോലും നമ്മളെ കുട്ടി അതിന്റെ അഡിക്റ്റ് ആകുന്നുണ്ട്. നാളെ നമ്മുടെ കുട്ടിയുടെ സ്വഭാവം മാറും. അവന് നീതി ചെയ്യാൻ കഴിയില്ല. അവന്റെ കൽബ് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. അവന് സോഷ്യൽ മൈൻഡ് ഉണ്ടാകൂല, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകൂല, പഠന വൈകല്യം നന്നായി ഉണ്ടാകും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില സദസ്സുകളിലൊക്കെ, ഇതുപോലുള്ള സദസ്സുകളിൽ വരെ ഉമ്മമാര് നല്ല ഇഖ്ലാസിലായിരിക്കും. കുട്ടികളെ ശല്യം എന്താണ്, മാറി കിട്ടിയോട്ടെ എന്നാന്ന് ഒഴിഞ്ഞിരുന്ന് വയത് കേൾക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുട്ടിന്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ കൊടുത്തിട്ട് ഈ പോണ വൈക്കാണ്ട് പോയിക്കോ, സമീന ബാത്തന ഉഫ്രാനക റബ്ബന, ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നും പറഞ്ഞ് മക്കൾ ഇത് വാങ്ങി പോവുക. എന്നിട്ട് പല ഇൽമിന്റെ സദസ്സുകളിലും മക്കൾ ഗെയിം കളിക്കുന്ന അവസ്ഥ വരെ പല നാടുകളിലുണ്ട്. ചിലപ്പം സൂക്ഷ്മമായി അന്വേഷിച്ചാൽ ഈ പന്തലിന്റെ ചോട്ടിൽ തന്നെ ഉണ്ടായേക്കാം. പക്ഷെ എന്റെ ശുഭാപ്തി വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങനെ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കാൻ. അപ്പൊ അങ്ങനെയാണ് സ്ഥിതികളൊക്കെ. നമ്മൾ ഒരു അഴകുടമ്പൻ സമീപനം സ്വീകരിക്കാൻ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തന്നെ ആലോചിക്കാറില്ല. ഈ മക്കളെ ഈ നിഹാലിന്റെ ഈ തൊപ്പി എന്ന് പറയുന്ന കക്ഷിയുടെ 7.5 ലക്ഷം ഫോളോവേഴ്സിൽപ്പെട്ട മക്കളിലെ പ്രായം ഏജ് ഗ്രൂപ്പ് ഏതാണ്? 12, 13, 14 വയസ്സാണ്.
ഈ കുട്ടികളോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഈ തൊപ്പിയെ കണ്ടെത്തിയത്? ഈ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ വാശി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മാർക്ക് ഒടുക്കെങ്കിലും പോകണമെങ്കിൽ ഞങ്ങൾ ഒരു കണ്ടീഷനാ പറയാ, ഒന്നൊക്കെ ഞങ്ങളെ കൊണ്ടുപോവാ. ഈ കുട്ടികളായിട്ട് പോയാൽ ഉമ്മാരുടെ ഈ ഡോക്ടറെ കാണിക്കലോ അല്ലെങ്കിൽ കൃത്യമായ യാത്രകളോ ഒന്നും മര്യാദയ്ക്ക് നടക്കൂല. അപ്പൊ മക്കള് വീട്ടിൽ നിൽക്കാന് നമ്മ സ്മാർട്ട് ഫോൺ തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഒഴിവ് വേളയില് ഉമ്മാന്റെ ഫോണ് കയ്യിൽ കിട്ടിയപ്പം പരിചയപ്പെട്ട കക്ഷിയാണ് ഞങ്ങളുടെ ആരാധ്യ കഥാപാത്രമായ തൊപ്പി എന്ന് മലയാളി മാലോകരുടെ മക്കൾ ഈ ഇതിനകം മാധ്യമ പ്രവർത്തകരോടും ഒഴിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് മക്കൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടേണ്ടത്. നമ്മളെ വീട്ടിലാണ് വരുന്നത്, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനാണ് അവർ ശ്വസിക്കുന്നത്, നമ്മൾ വെച്ചു വിളമ്പുന്ന ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷേ മക്കൾ നമ്മളുടേതല്ലാതായി മാറുന്നുണ്ട്. ഇത് കുറച്ചു കൊല്ലം കഴിയുമ്പോൾ ഒരു നിലക്കും ശുശ്രൂഷിക്കാൻ കഴിയാത്തൊരു മഹാ അസുഖമായി മാറും. അപ്പൊ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാല്, ഞാൻ ഇന്നലെ ഗാന്ധി ഭവനിൽ പോയപ്പോൾ 1300 അന്തേവാസികളിൽ 600 ആളുകളും വൃദ്ധസദനങ്ങളിലുള്ള ഓൾഡ് ഏജ് ഹോമിലുള്ള വയോജനങ്ങളാണ്. നല്ല സ്റ്റാറ്റസും നല്ല പ്രൊഫൈലൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, ഒരു ദാരിദ്ര്യ പശ്ചാത്തലമുള്ളവരല്ല അവിടെ കൂടുതലും. പിന്നെ ബ്രാഹ്മണ കുടുംബത്തിലെ ഒരു അമ്മയെ കണ്ടു ഇന്നലെ. ആ അമ്മ ഇങ്ങനെ കൈക്കൂപ്പിയിട്ടാ നിൽക്കുന്നത്, ഇങ്ങനെ കൈക്കൂപ്പി. നല്ല വെളുത്ത ഒരു തറവാടിത്തുള്ള ശാലീനയായ ഒരു ആഢ്യത്തുള്ള ഒരു അമ്മ. ഞങ്ങളെ കണ്ടപ്പോ കരഞ്ഞു. ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാകും? എന്താ എന്റെ മക്കളെന്നെ വിളിക്കാത്തത്? ഞാൻ കൊഞ്ചിച്ച് കളിപ്പിച്ചിരുന്ന എന്റെ പേരക്കുട്ടികളെ എനിക്ക് കാണണ്ടേ? അമ്മയുടെ മനസ്സിൽ എന്തൊക്കെ നൊമ്പരങ്ങളുണ്ടാകും. എന്റെ മക്കൾക്ക് ഈ മനോഭാവം വരാൻ ആയ കാലത്ത് നമ്മൾ ആയുധങ്ങൾ കൊടുത്തിട്ട് അവരോട് സഹകരിച്ചു. ഈ കില്ലർ ഗെയിമുകളൊക്കെ കാണുന്ന കുട്ടികൾക്ക് ലാസ്റ്റ് മേഴ്സി, കരുണ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നശിച്ചു പോകുന്ന, അത് നശിച്ചു പോയാല് പിന്നെ മാതാവിനെ കൊല ചെയ്യൽ അവർക്ക് പ്രയാസാവില്ല. അവരുടെ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മുഖ്യ അജണ്ട. അത് 3 ആഴ്ച മുമ്പ് തൃശ്ശൂർ കണ്ടില്ല നിങ്ങൾ? ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, അവന്റെ ഉമ്മ ഡിവോഴ്സായി, അവന്റെ ഉപ്പ ഉമ്മാനെ തൊലാക്ക് ചൊല്ലി, ഉപ്പ വേറെ പെണ്ണ് കെട്ടി, ഉമ്മാനെ വേറെ കല്യാണം കഴിച്ചു. ഈ കുട്ടി എത്തിയുമായോ? ഈ കുട്ടി എത്തിയുമായി. അവസാനം വല്യപ്പയും വല്യമ്മയും കുട്ടിനെ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഗൾഫിൽ നല്ല ബിസിനസ് നടത്തിയിരുന്ന വല്യപ്പ അവസാനം ഈ കുട്ടിക്കും വേണ്ടി ഗൾഫിലെ ബിസിനസ് ഒക്കെ വേറെയുള്ളവരെ ഏൽപ്പിച്ചിട്ട് ശിഷ്ടകാലം നാട്ടിൽ കഴിച്ചുകൂട്ടി. അപ്പൊ ഇവനും കൊച്ചുകുട്ടിയാ, പിന്നെ വളർന്നു വലുതായി. ഉമ്മയും ബാപ്പിയില്ലാത്ത കുട്ടിയല്ലേ, അതുകൊണ്ട് ഇവരെല്ലാം കൊടുത്തു ഈ കുട്ടിക്ക്. അവസാനം ഇവൻ കൗമാരപ്രായത്തിലെത്തിയപ്പോൾ ബാംഗ്ലൂരിൽ പോയിട്ട് എന്തോ ഒരു IT ടെക്നോളജി ഒക്കെ പഠിച്ച് തിരിച്ചു വന്നപ്പോഴേക്ക് MDMAയുടെ അടിമയാണ്. പിന്നെ ഓരോ പ്രാവശ്യവും പൈസ വയ്ക്കുക. അവസാനം ഈ കൊല നടക്കുന്നതിന്റെ തലേ ദിവസം വന്ന് ചോദിച്ചത്, എനിക്ക് ബിസിനസ്സില് ഒരു ബാധ്യത വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പാന്ന് തന്നെ വല്യപ്പാനെ വിളിക്കണത് 20 ലക്ഷം വേണം, എവിടുന്ന് എടുത്തു കൊടുക്കാനാണ്. അപ്പൊ ഉപ്പാക്കും സ്വാഭാവികമായിട്ടും സ്വഭാവ വ്യതിയാനമൊക്കെ വരുമല്ലോ. 5 പൈസ ഈ വീട്ടിൽ നിന്ന് കിട്ടൂല എന്ന് പറഞ്ഞു. അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് വാഗ്വാദങ്ങളും സംഭവ വികാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാം. അവസാനത്തെ ഇൻസിഡന്റ് ഇതാണ്. അപ്പൊ ഇവ പറഞ്ഞു, എന്നാ കാണിച്ചു തരാം. അതും പറഞ്ഞിട്ടാണ് കിടക്കാൻ പോയതാണ്. വല്യമ്മ വേറെ റൂമിലാ കിടന്നത്, ഈ വല്യപ്പ വേറെ റൂമിലാ കിടന്നത്, ഇവൻ വേറെ റൂമിലാ കിടന്നത്. രാത്രി വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് വല്യപ്പാന്റെ കഴുത്ത് അറുത്തു ഇവൻ. കണ്ട ദൃസാക്ഷികൾ പറഞ്ഞെന്താ അറിയോ? ഞാൻ സുരേട്ടൻ എന്ന് പറയുന്ന ഒരു സുരേന്ദ്രനെ, ഈ വീടിന്റെ അയൽപ്പക്കക്കാരനായ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച എന്റെ കൂടെ കാറിൽ സഞ്ചരിച്ചിരുന്നു. അയാള് ഈ രംഗങ്ങൾക്ക് ദൃസാക്ഷിയാണ് എന്ന് പറഞ്ഞാല് ഇതിന്റെ ശേഷമുള്ള അവസ്ഥകൾക്ക്. വല്യപ്പാന്റെ കഴുത്ത് ഇത്ര കൂടി ഉണ്ടെങ്കിൽ അറ്റുപോയേനെ. അങ്ങനെയാണ് കിടക്കുന്നത് മരിച്ചിട്ട്. അപ്പുറത്തെ റൂമിൽ വല്യമാനെ കൊല്ലാണ്. വല്യമാനെ കൊന്ന് കഴുത്ത് അറുത്തു എന്ന് മാത്രല്ല, ആ ശിരസ്, ആ തലയുണ്ടല്ലോ, അത് അവിടുന്ന് എടുത്തിട്ട് കോണിന്റെ ചോട്ടിൽ കൊണ്ടുവന്ന് വെച്ചു ഇവൻ. എന്നിട്ട് ഇവരെ മകനുണ്ടല്ലോ, വേറൊരു മോന് അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. രാവിലെ വന്നിട്ട് വാതിൽ പൊളിച്ചു നോക്കുമ്പോ ആദ്യം കാണുന്നത് ശിരസ് ഛേദിക്കപ്പെട്ട വല്യമ്മാന്റെ ഈ തലയാണ്. ബോധരഹിതനായി വീണു, നിലവിളിച്ചു, ആൾക്കാർ കൂടി. പിന്നെ അതിന്റെ പിന്നിൽ നടന്ന അന്വേഷണങ്ങളിൽ പ്രതി ആരാണ്? സ്വന്തം പാലൂട്ടി വളർത്തിയ പേരക്കുട്ടി. എത്ര സ്നേഹിച്ചിട്ടുണ്ടാകും ഈ കുട്ടിനെ.
ഞാൻ പറയാ നമ്മളെ മക്കളാണ്, അതുകൊണ്ട് നമ്മൾ നന്നായി സ്നേഹിക്കും. ശരിയാണ്. ആ മക്കളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ദയവ് ചെയ്ത് ഈ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഈ ഇൻസ്ട്രുമെന്റ് മക്കളെ കയ്യിൽ കൊടുക്കരുത്. അത് അപകടം ചെയ്യും, നമുക്ക് ദോഷം ചെയ്യും. ലാസ്റ്റ് നമ്മള് വിരല് കടിക്കും. കേരളത്തിൽ ഓൾഡ് ഏജ് ഹോമുകള് കൂടാണെന്ന് പറഞ്ഞത് അതിന്റെ സാധ്യത ചോദിച്ചപ്പോൾ പറഞ്ഞത് 1300 അന്തേവാസികളുടെ ഗാന്ധി ഭവന്റെ ട്രസ്റ്റി മാനേജറായിരിക്കുന്ന വ്യക്തി പറഞ്ഞത് എന്താ അറിയോ? വിദേശ രാഷ്ട്രങ്ങളിലേക്ക് മക്കൾ പഠനങ്ങൾക്ക് വേണ്ടി പോകുന്നു, വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നു, പാശ്ചാത്യന്റെ സംസ്കാരങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നു. എല്ലാവർക്കും തിരക്കുകൂടി, മലയാളിക്കും തിരക്കുകൂടി. അതുകൊണ്ട് ഇനി സ്വന്തം മാനും പാപ്പാനെയൊക്കെ നോക്കാൻ ആൾക്കാരെ വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പെയ്ഡായിട്ട് ഏതെങ്കിലും കൊണ്ടുപോയി. വല്ലാത്തൊരവസ്ഥ, അതിദയനീയമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. ഇവിടെയൊക്കെ ഞാൻ ഈ പറഞ്ഞ സാധനം മാറ്റിയെടുക്കലേ പരിഹാരമുള്ളൂ. കുട്ടിനോട് വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് നമ്മളെ മാറ്റാം, ഖൽബിനെ നമ്മളെ മാറ്റാം. അതിനാണ് നിസ്കാരം, അതിനാണ് ദുആ, അതിനാണ് മജ്ലിസുൻ നൂർ, അതിനാണ് തൗബ, അതിനാണ് പ്രാർത്ഥന, അതിനാണ് ആത്മീയ സദസ്സുകൾ. അല്ലാഹുവേ, ഞങ്ങളെയും മക്കളുടെയും ഖൽബുകളെ നേരായ വഴിയിലേക്ക് നീ തിരിച്ചുവിടണേ അല്ലാഹ് എന്ന് നമ്മൾ ദ്വാരക്കല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ ഒരു പരിഹാരം നമുക്കില്ല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധം ദുആ ആണ്. ഞാൻ അവസാനിപ്പിക്കുന്നു.